വാഴ്ത്തപ്പെടുമാറാവട്ടെ. പരുമല സെമിനാരിയുടെ ആദരണീയനായ മാനേജർ ഔഗേൺ, വന്നിയ ജോസഫ് റമ്പാൻ, വന്നിയ മാത്തുക്കുട്ടിയച്ഛൻ, ഗ്രിഗോറിയൻ ടി വിയിലൂടെ വിശ്വാസ പഠനം ദൂരത്തും സമീപത്തുമായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുമേ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ സഭയുടെ വിശ്വാസം സഭാമക്കളിൽ എത്തിക്കുവാൻ തക്കവണ്ണം പരുമല സെമിനാരിയും ഗ്രിഗോറിയൻ ടി വിയും അതിൻ്റെ പ്രവർത്തകരും ദൈവസന്നിധിയിലെടുത്തിരിക്കുന്ന ഈ നല്ല ഉദ്യമത്തെ ഹൃദ്യമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ സഭയുടെ വിശ്വാസ ഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ കന്യകയുടെ നിത്യകന്യകാത്വത്തിൻ്റെ നമ്മുടെ സഭയുടെ പാരമ്പര്യ പഠിപ്പിക്കലുകൾ, വിശുദ്ധ ആരാധനയിൽ രഹസ്യങ്ങൾക്കുള്ള പ്രത്യേകത, അതിലെ ആത്മീകമായ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്നിവയെപ്പറ്റിയും ആരാധനയിലെ വേഷവിധാനങ്ങളെ പറ്റിയുമൊക്കെ പഠനം നമ്മൾ നടത്തിക്കഴിഞ്ഞു. അനേകം ആൾക്കാർക്ക് സന്തോഷവും തുടർ പഠനത്തിനുമൊക്കെ അത് ഇടയാക്കുന്നുവെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, എന്നാൽ പലപ്പോഴും സംശയഗ്രസ്തരാകുന്ന ചില വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപാകെ പഠനത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്കൊക്കെയുള്ള ഒരു സംശയമാണ്. നമ്മുടെ സഭയിലെ ദേവാലയങ്ങൾ വിശുദ്ധന്മാരുടെ നാമധേയത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആ പ്രാർത്ഥനാലയം ശ്രേഷ്ഠമായ അനുഭവത്തോടു കൂടിയുള്ളതാണ് എന്നൊക്കെ തമ്പുരാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പൂർവിക പിതാക്കന്മാരിട്ടിരിക്കുന്ന പേരുകൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. സെൻറ്റ് തോമസ്, സെൻറ്റ് മേരി, സെൻറ്റ് ഗ്രിഗോറിയോസ്, സെൻറ്റ് ജോർജ്, ഇങ്ങനെ അപ്പോസ്തോലന്മാരുടെയും പഴയ നിയമ പിതാക്കന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ നാമത്തിലുള്ള ദേവാലയങ്ങൾ നമുക്കുണ്ട്. പലരും കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ പങ്കുവെക്കുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം ദേവാലയം എന്ന് വിളിക്കപ്പെടുമെങ്കിൽ ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ പേരിൽ അവയെ വിളിക്കണം? നമ്മൾ തന്നെ പലപ്പോഴും സംശയാലുക്കളാണ്. ഒരു നല്ല മറുപടി പലപ്പോഴും നമ്മൾ പറയാൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നും വരത്തില്ല. എന്നാൽ ഇപ്രകാരം പേരിടുന്നത് അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തമ്പുരാൻ തന്നെ പറഞ്ഞതിൻ പ്രകാരമാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വേദഭാഗം. ആ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ യോഹന്നാനുണ്ടായ വെളിപാട്, യോഹന്നാനിൽ കൂടി ലോകത്തിന് മുഴുവൻ നൽകുന്ന ഒരു വെളിപാടാണ്. അവിടെ യോഹന്നാൻ കാണുന്ന ദർശനം, ആത്മവിവശതയിൽ എന്നെ സ്വർഗീയ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി അത് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ ആ വേദഭാഗം തുടങ്ങുന്നത്. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ഇനിയും വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. 14-ാമത്തെ വാക്യം,
നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തോലന്മാരുടെ 12 പേരുമുണ്ട്. അതായത് സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്നത് സ്വർഗീയ യെരൂശലേമിലെ ദർശനമാണ്, യോഹന്നാൻ ഉണ്ടായ ദർശനമാണ്. അവിടെ യോഹന്നാൻ കാണുന്നത് 12 ഗോപുരം കാണുന്നു, 12 മതില് കാണുന്നു. ഈ 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പേര് അവിടെ കൊത്തിയിട്ടുമുണ്ട്. ഗോപുരത്തിൽ 12 ദൂതന്മാരും 12 ഗോത്രങ്ങളുടെ പേരും അവിടെ കൊത്തിയിട്ടുണ്ട്. എന്നാൽ മതിലിൽ അതിന് 12 അടിസ്ഥാനമുണ്ട്. അവിടെ 12 അപ്പോസ്തലന്മാരുടെ പേര് അവിടെ കൊത്തിയിട്ടുമുണ്ട്. അതായത് ഓർക്കണം, ഇനിയും വരുവാനുള്ള സ്വർഗീയ യെരൂശലേം, അതായത് എല്ലാ ദേവാലയങ്ങളുടെയും എല്ലാ ശ്രേഷ്ഠാനുഭവങ്ങളുടെയും മാതാവ സ്വർഗീയ യെരൂശലേം. ആ സ്വർഗീയ യെരൂശലേമിൽ 12 ഗോപുരങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേരും 12 ദൂതന്മാരും ഉണ്ടെങ്കിൽ 12 മതിലിൽ 12 അപ്പോസ്തോലന്മാരുടെ പേര് കൊത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം, ഈ പേര് കൊത്തുക എന്ന് പറയുന്നതും അവരുടെ പേര് അതിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഒക്കെ അവരുടെ നാമത്തെ മഹത്വീകരിക്കാനാണ്. ദൈവം അവർക്ക് ചൊരിഞ്ഞുകൊടുത്ത നന്മകളെ ഓർത്തോർത്ത് ജനങ്ങൾ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ ചിന്തിക്കണം, ദൂതന്മാരെക്കാളും ഗോത്രപിതാക്കന്മാരെക്കാളും ഒക്കെ ശ്രേഷ്ഠരാ നമ്മളുടെ വിശുദ്ധന്മാര്. ഇവിടെ യോഹന്നാൻ കണ്ട ദർശനം എന്ന് പറയുന്നത് വരുവാനുള്ള സ്വർഗീയ യെരൂശലേമിനെ കുറിച്ചാണ്. അപ്പൊ സ്വർഗത്തിലെ ദൂതന്മാരുടെയും ഗോത്രപിതാക്കന്മാരുടെയും അപ്പോസ്തോലന്മാരുടെയും ഒക്കെ പേരുകൾ കൊത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദേവാലയങ്ങളിൽ കൊത്തിയിട്ടുള്ള ഈ പേരുകൾ നമ്മൾ ചിന്തിക്കണം. അതായത് സെന്റ് ജോർജ് എന്നൊരു പള്ളി, സെന്റ് ഗ്രിഗോറിയോസ്, സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ്, ഈ പേരുകളിലൊക്കെ പള്ളികൾ അറിയപ്പെടുക എന്ന് വെച്ചാൽ ഇത് അവരുടെ സ്വന്തം ദേവാലയം എന്നുള്ളതല്ല. ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്, സർവശക്തന്റെ ആലയമാണ്. പക്ഷേ ഈ പിതാക്കന്മാരുടെ നാമധേയങ്ങളിൽ അത് അറിയപ്പെടുകയും, മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയം മാതാവിന്റെ ദേവാലയം എന്ന് വെച്ചാൽ അത് സർവശക്തന്റെ ദേവാലയമാണ്. മാതാവിനും പരിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും ഒക്കെ കർത്താവ് കഴിഞ്ഞിട്ടൊരു ജീവിതമില്ല. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം, സ്വർഗത്തിലും വരുവാനുള്ള യെരൂശലേമിലും കൊത്തിയിരിക്കുന്ന ഈ പേരുകൾ ഇവിടെ നൽകിയിരിക്കുന്ന ദേവാലയങ്ങളുടെ ഒരു വലിയൊരു പൂർണ്ണതയാണ് കാണിക്കുന്നത്. അതിനെ ആർക്കും എതിർക്കാനില്ല. അതുകൊണ്ട് ഓരോ വിശ്വാസികളും പറഞ്ഞാൽ മതി, ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. നിങ്ങൾ ആ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 12ഉം 14ഉം വാക്യങ്ങൾ വായിക്കേ. അവിടെ 12 ഗോപുരങ്ങൾ കാണുന്നില്ലയോ? അവിടെ 12 ഗോപുരങ്ങളിൽ ദൂതന്മാരുണ്ട്, 12 ഗോത്രപിതാക്കന്മാരുണ്ട്. പഴയ നിയമത്തിന്റെ പരിപൂർണതയാണ് ആരാധന എന്ന് വെച്ചാൽ ഗോത്രപിതാക്കന്മാരുമുണ്ട്, അപ്പോസ്തോലന്മാരുമുണ്ട്. പഴയതും പുതിയതുമായി പരിശുദ്ധ സഭ. പുതിയ നിയമം മാത്രമല്ല, ആ അടിസ്ഥാനം 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ അടിസ്ഥാനത്തിലുണ്ട്, 12 അപ്പോസ്തോലന്മാരുടെ പേരുകൾ മതിലുണ്ട്. അപ്പം പുതിയ നിയമവും പഴയ നിയമവും എല്ലാം കൂടെ ചേരുന്ന ഒരു സ്വർഗീയമായ അനുഭവമാണ് ഈ ദേവാലയങ്ങളിൽ കാണുന്നത്. ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠതയും പവിത്രതയും ഉൾക്കൊള്ളുകയാണ്. ഗ്രിഗോറിയോസിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് വേണ്ടി പരിശുദ്ധനായ ഗ്രിഗോറിയോസ് എങ്ങനെയൊക്കെ ജീവിച്ചുവോ, ഏത് രീതിയിൽ സമർപ്പിച്ചുവോ, ആ രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കണം. ഓരോ പ്രദേശങ്ങളിലും നമുക്കറിയാം, ചില പ്രദേശങ്ങളിൽ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ അത് ഏലിയാ നബിയുടെ നാമത്തിലുള്ള ദേവാലയമാണെങ്കിൽ നമുക്ക് മാത്രമല്ല ഏലിയാ നബിയോട് താല്പര്യം. ആ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരും അറിയാതെ പറഞ്ഞു പോകും. നമ്മുടെ ആൾക്കാർ പറയും, എൻ്റെ ഏലിയാ ദീർഘദർശിയെ എന്ന് നെഞ്ചത്തടിച്ചു പറയും. എൻ്റെ പരിമല തിരുമേനി, എൻ്റെ വിശുദ്ധ ഗ്രിഗോറിയോസെ, സെന്റ് ജോർജ് എന്നൊക്കെ നെഞ്ചത്തടിച്ചു പറയും. എന്നാൽ നമ്മുടെ നാട്ടുകാരും പറയും. അവർക്കും ആ പുണ്യവാളനോടും പുണ്യവതിയോടും വലിയ താല്പര്യമുണ്ട്, ബഹുമാനമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പേരുകളൊക്കെ ഇടുമ്പോഴേ പരിശുദ്ധ സഭ അവരെ അനുസ്മരിക്കുകയാണ്. അവർ പറഞ്ഞു തന്ന വിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് കടന്നു ചെല്ലുകയാണ്. കൂടുതൽ കൂടുതൽ പഠിക്കാൻ തക്കവണ്ണം തയ്യാറാകുകയാണ്. ആ പഠനത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് അത് മനസ്സിലായെന്ന് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ സഭ ദൈവത്തിന്റെ ആലയം, ദേവാലയമെന്ന് അറിയപ്പെടുമ്പോഴും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ നാമത്തിൽ ആ പള്ളികൾ സ്ഥാപിക്കുന്നത്? നിങ്ങൾ വ്യക്തമായിട്ട് വെളിപാട് പുസ്തകം 21:10-16 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി അത് വായിച്ച് പഠിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറാകണം. രണ്ടാമതായിട്ട് ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്ന വേദഭാഗം, പെരുന്നാളുകൾ, റാസകൾ.
പലരുടെയും മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള അനേകം ചിന്തകൾ കിടപ്പുണ്ട്. സഭയ്ക്ക് പൈതൃകമായി കൈമാറി കിട്ടിയിട്ടുള്ള ഒരുപാട് വിശ്വാസ സംഹിതകളുണ്ട്. ഓരോരോ പ്രദേശങ്ങളിലും പെരുന്നാളുകൾക്കുള്ള ആഘോഷങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ചെമ്പെടുപ്പുണ്ട്. പ്രത്യേകിച്ച് സഹദായുടെ പെരുന്നാളുകൾക്കാണെങ്കിൽ പറയുകയും വേണ്ട, ചെമ്പെടുപ്പില്ലാത്ത റാസ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ അതിനെയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്, അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനോട് സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയും, പെരുന്നാൾ തുടങ്ങിയാൽ കുടിച്ചു കൂത്താടി ചെമ്പെടുത്തു ആടിപ്പാടുന്നു. ഒരു പരിധിവരെയൊക്കെ നമ്മളുടെ ജനങ്ങളുടെ അറിവില്ലായ്മ, ആ സമയത്ത് കാണിക്കുന്ന ചില പ്രതികരണങ്ങൾ, അത് കാണുമ്പോഴേ പറയുന്നതിന് വിലയിരുത്തുന്നതിന് തെറ്റില്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ പരിശുദ്ധ സഭ ഇതിനൊക്കെ അടിസ്ഥാനപരമായ ചില പഠിപ്പിക്കലുകൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ റാസ നടത്തുന്നത്, പ്രത്യേകിച്ച് റാസയിൽ ചെമ്പെടുപ്പ്, അതിലെ ആഘോഷം, അതിൻ്റെയൊക്കെ പ്രസക്തി എന്ത്, അതിൻ്റെ ആ ഒരു പവിത്രത നമ്മൾ ഒന്ന് ലഘുവായിട്ട് മനസ്സിലാക്കണം. നമ്മൾ തന്നെ ചിന്തിക്കണം. സാധാരണയായിട്ട് ദേവാലയത്തിൽ നിന്ന് ആഘോഷമായി ഒരു കാലിച്ചെമ്പ് ഏതെങ്കിലും, പ്രത്യേകിച്ച് നമ്മളുടെ റാസ തുടങ്ങുന്ന കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. അതിൽ നേർച്ച വസ്തുക്കളൊക്കെ ഇടും. പിന്നീട് റാസ തുടങ്ങുമ്പോൾ ഇത് ചുമന്നുകൊണ്ട് റാസയുടെ പാതയിലൂടെ പോകും. അതായത് പല പാട്ടുകൾ പാടും. ഗീവർഗീസ് സഹദായുടെ നാമത്തോട് ചേർന്നാണെങ്കിൽ പുതുപ്പള്ളി പുണ്യാളച്ച എന്ന് പറഞ്ഞ്, പുകൾപ്പെരുകും പുതുപ്പള്ളി തന്നിൽ എന്ന് പറഞ്ഞ് ഏലയ്യ ഒക്കെ പാടി പോകാറുണ്ട്. ഇതിൻ്റെ ഒരു ആത്മീയമായ ഒരു ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചാൽ മതി, കുരിശടിയിൽ കൊണ്ട് വെക്കുന്നത് കാലിച്ചെമ്പ. കാലിച്ചെമ്പിൽ ഒരുപാട് സാധനങ്ങൾ നേർച്ചയായിട്ട് വരും. അരി മാത്രമാകണമെന്നില്ല. അരി വരും, തേങ്ങ വരും, മുട്ട കൊണ്ടിടും, പൈസയായിട്ടിടും, ചിലപ്പോൾ പൊതിഞ്ഞ് മറ്റു പലതും കൊണ്ടിടും. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാലിച്ചെമ്പിൽ കൊണ്ടിടും. ആദ്യം ഒരു വെയിറ്റുമില്ലാതെ സാമട്ടിൽ അത് ചുമന്നുകൊണ്ട് അവിടെ വെച്ചത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ സാധനങ്ങളാണ്. ആ സാധനങ്ങൾ ഭാരത്തോടുകൂടി ചുമന്നുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം നമ്മൾ പാടുന്നത് പോലെ, ഗാനം പാടിയൻ നാട്ടിലെത്തുമേ. ജീവിതത്തിൽ പ്രാരാബ്ധങ്ങള്, ബുദ്ധിമുട്ടുകള്, ഭാരങ്ങളെയൊക്കെ കൂടുമ്പോൾ, അസ്വസ്ഥതകൾ കൂടുമ്പോൾ അതെല്ലാം മറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ജീവിത തലം വേണം. യഥാർത്ഥത്തിൽ സഭ ഇതിനെ പഠിപ്പിക്കുന്നത് എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തോട് ബന്ധപ്പെട്ട നമ്മളുടെയൊക്കെ ജീവിതമാണ്. പ്രത്യേകിച്ച് ഈ കാലിച്ചെമ്പെന്ന് വെച്ചാൽ ഓർത്തോണം, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം പലപ്പോഴും ഒരു കാലിച്ചെമ്പിന് സമാനമാണ്. കാരണം അതിന് വില കിട്ടണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായി ഉണർവ് കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്ലീബായുടെ ചുവട്ടിലായിരിക്കണം. പ്രത്യേകിച്ച് റാസയ്ക്ക് ഉപയോഗിക്കുന്ന ചെമ്പ് മറ്റ് റോഡ് സൈഡിൽ കൊണ്ടുവച്ചാൽ ആരെങ്കിലും മോഷ്ടാക്കൾ എടുത്തുകൊണ്ട് പോകും, മാലിന്യം കൊണ്ട് നിക്ഷേപിക്കും. അതേസമയം അതിന് വില വന്നത് അത് കുരിശിന്റെ ചുവട്ടിലായതുകൊണ്ട്. കുരിശിന്റെ ചുവട്ടിലാകുമ്പോൾ കാലിച്ചെമ്പുകളാകുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒരു വലിയ വിലയാകുമ്പോൾ എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല അനുഭവങ്ങൾ വന്ന് നിറയുന്നത്. സമ്പത്ത് മാത്രമാകണമെന്നില്ല. സമ്പത്ത്, ബുദ്ധി, പരിജ്ഞാനം, ഇങ്ങനെ വിവിധങ്ങളായ നേർച്ചകൾ, കാഴ്ചകൾ ഈ കാലിച്ചെമ്പിലേക്ക് വന്ന് നിറയും. ഞാൻ ആദ്യമേ പറഞ്ഞു, കാലിച്ചെമ്പ് ആദ്യം ചുമന്നുകൊണ്ട് പോയപ്പോൾ യാതൊരു വെയിറ്റ് ഇല്ലാതെ ആടിപ്പാടിപ്പോയി. പക്ഷേ കർത്താവിൻ്റെ ക്രൂസിലായിരിക്കുമ്പോൾ, ചുവട്ടിലായിരിക്കുമ്പോൾ, ആ അനുഭവത്തിൽ നിറയുമ്പോൾ നിങ്ങളും ഞാനും അറിയാതെ ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ഭാരങ്ങൾ നമ്മിൽ നിറയും. നമ്മൾ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാ, അനുഗ്രഹത്തിൻ്റെ ഭാരം, ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ്. ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് വെച്ചാൽ ഓർത്തോണം, നമുക്ക് പറയുന്നത് ഈ സുഖസൗകര്യങ്ങൾ തരിക, കുറേ സമ്പത്ത് കിട്ടി, നല്ല വീട് കിട്ടി, കുറേ വസ്തു കിട്ടി, ലാഭം കിട്ടി, ഇതൊക്കെ പറയുമ്പം അത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ്. പക്ഷെ ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി തന്നെ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അനുഗ്രഹത്തിൻ്റെ ബാധ്യതകൾ. ഇതെല്ലാം കൂടി ഒന്നിനു പുറകെ ഒന്നായിട്ട് നിറയുമ്പോൾ ഭാരം കൂടും. നമുക്കൊന്നുമില്ലാത്ത അവസരത്തിൽ കാലിച്ചെമ്പാട്ടായിരിക്കുമ്പോഴേ നമുക്ക് തോന്നുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ട് പോകാം. പക്ഷേ പ്രാർത്ഥനാനുഗ്രഹത്തിൽ നിറയുമ്പോൾ, നന്മകളിൽ നിറയുമ്പോൾ അതിന് വെയിറ്റ് ആകും, അതിന് ഭാരമാകും. ആ അനുഭവത്തെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് കൂടിയതിൻ്റെ ഭാരം, സന്തോഷം കൂടിയതിൻ്റെ ഭാരം, ഉന്നത പദവിയിലെത്തിയതിൻ്റെ ബാധ്യത, ഉന്നത ലാഭം കിട്ടിയതിൻ്റെതായ അസ്വസ്ഥതകൾ, ഇതിലൊക്കെ നിറയുമ്പോൾ നിങ്ങളും ഞാനുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരുണ വേണം.
ദൈവത്തിന്റെ ശക്തി വേണം. ഈ കാലിച്ചെമ്പ് അവസാനം നിറയപ്പെട്ടതായിട്ട് പലരും ചുമന്നുകൊണ്ട് പോകുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിന് അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ പറ്റത്തുള്ളെന്നാണ്. പക്ഷേ കുരിശിന്റെ ചുവട്ടിൽ വെച്ച കാലിച്ചെമ്പിലേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അരി മാത്രമല്ല, പച്ചക്കറികൾ മാത്രമല്ല, മുട്ട മാത്രമല്ല, പണം മാത്രമല്ല, പലതും നിറയും. അതുപോലെ ക്രൂശിന്റെ ചുവട്ടിലായിരിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നാണ്. ആ വിവിധ തലത്തിൽ ആത്മീകമായ ഭാരത്താൽ നിറയുമ്പോൾ ഒറ്റയ്ക്ക് അതിനെ ചുമന്നുകൊണ്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഒരു റാസയിൽ സംബന്ധിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലായിരിക്കണം, തമ്പുരാനെ, നിന്റെ സ്ലീബായുടെ ചുവട്ടിൽ, നിന്റെ ക്രൂശിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്താൽ ഞാൻ നിറയപ്പെടണം, നിന്റെ സന്തോഷത്താൽ ഞാൻ നിറയപ്പെടണം. ഞാൻ യാത്രയാകുക. കുരിശടിയിൽ നിന്ന് പോകുന്ന റാസ നേരെ പോകുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. വിശുദ്ധ ബലിവേദിയുടെ മുൻപാകെ പുരോഹിതൻ ധൂപപ്രാർത്ഥന നടത്തുന്നു, ആശീർവാദം തരുന്നു. സഭയുടെ സത്യമത, പെരുന്നാളിന്റെ എല്ലാം അർത്ഥമത. നമ്മൾ പാടുന്നുണ്ട്, പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരും പുരോഹിതരുമൊക്കെ ദേവാലയത്തിൽ മദ്ബഹായിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ത്രോണോസിന്റെ കോണുകൾ മുത്തി വണങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ബലിപീഠത്തിന്റെ കോണുകൾ വരെ ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമേ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ആ ശക്തിയിൽ നിന്ന് വന്ന അനുഗ്രഹങ്ങൾ അത് കർത്താവിൻ്റെ ബലിവേദിയിലേക്ക് തന്നെ പോകണം. യഹസ്കേൽ കണ്ട ദർശനം പോലെ ബലിവേദിയിൽ നിന്ന്, പ്രത്യേകിച്ച് നിങ്ങളത് വായിച്ചു നോക്കണം, യഹസ്കേൽ 48 വായിക്കണം. പ്രത്യേകിച്ച് ദേവാലയത്തിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന അരുവി, ആ ജലപ്രവാഹം, അതുപോലെ നമ്മളുടെ ആത്മീകമായ പെരുന്നാളുകളായി മാറണം, നമ്മളുടെ റാസകൾ മാറണം. ഭാരം ചുമന്നുകൊണ്ട്, ഇത്രയും ഒറ്റ വാക്കിൽ ഓർത്താൽ മതി, ഭാരം ചുമന്നുകൊണ്ട് ആത്മീക ജീവിതത്തിൽ പോരാടുന്ന ഒരു വിശ്വാസിയുടെ പ്രതീകമായിട്ട് ഈ ചെമ്പിനെ എടുക്കണം. അന്നേരം അത് പഠിച്ചു കഴിഞ്ഞാൽ കുടിച്ചും വെള്ളമടിച്ചും വഴക്കുണ്ടാക്കിയും അമിതമായിട്ട് തുള്ളിച്ചാടിയും ഒന്നും അതിൻ്റെ ചുവട്ടി പിടിക്കാൻ പോകത്തില്ല. കണ്ടമാനം അത് കുലുക്കി അതിലെ നേർച്ച വസ്തു വെളി കളയാൻ തോന്നത്തില്ല. ഭക്തിയോടുകൂടി ചെല്ലും. നമ്മൾ ഓർക്കണം, ഈ നേർച്ച പാത്രം ചുമന്നുകൊണ്ട് പോകുമ്പോൾ ചില വിശ്വാസികൾ അതിലൊന്ന് തൊടാൻ തക്കവണ്ണം തിക്കുമുട്ടും. ആ തിക്കുമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു കവിയുന്ന ഒരു ആത്മീയതയുടെ പ്രതീകമാണ്. ആത്മീയ അനുഭവത്തിൽ നിറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകും. പരിശുദ്ധ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം അതായിരുന്നു. അവരുടെ ജീവിതം കാലിച്ചെമ്പാണെങ്കിലും വിവിധങ്ങളായ ദൈവകൃപ അവരിൽ നിറഞ്ഞു. ആ നിറഞ്ഞ ദൈവാനുഭവത്തെ സ്പർശിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും തക്കവണ്ണമാണ് മറ്റുള്ളവർ ഓടിക്കൂടുന്നത്. ഇവിടെ പരിമല തിരുമേനിയുടെ ഖബറുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഖബറിങ്കിലേക്ക് നമ്മൾ ഓടിക്കൂടുന്നതിൻ്റെ അർത്ഥം അതാ. ആ പരിശുദ്ധനിൽ ഒരുപാട് ആത്മീകമായ സത്തകളുണ്ടായിരുന്നു. അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ശക്തി വേണം, അനേകരുടെ സഹായം വേണം. നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു തലം കൂടുണ്ട്. യേശുതമ്പുരാൻ വിശുദ്ധ മർക്കോസ് ചെയ്ത സുവിശേഷം 2-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ സമയം പോലെ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അവിടെ ഒരു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നതാണ് കാണുന്നത്. പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയപ്പോഴേ യേശുതമ്പുരാൻ അവസാനം അവനോട് പറയുന്നുണ്ട്, നീ കിടക്ക എടുത്തുകൊണ്ട് പോകണം. കാരണം കിടക്ക എടുത്തുകൊണ്ട് പോകുമ്പോൾ ഓർക്കത്തോണം 4 പേര് ചുമന്നുകൊണ്ട് വന്ന കിടക്ക അതിൽ അവനുണ്ടായിരുന്നു. ഇനിയും ആ പക്ഷവാതക്കാരൻ സൗഖ്യമായി ആരോഗ്യത്തോടെ കിടക്ക എടുത്തു പോകുകയാണ്. കിടക്ക എടുത്തു പോകുമ്പോൾ അവന് തുള്ളിച്ചാടാൻ പറ്റത്തില്ല, അലമുറയിടാൻ പറ്റത്തില്ല, അലറാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മസാക്ഷ്യം അതാ. അവനെ 4 പേര് ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു. എന്നാൽ ആ കിടക്ക ചുമന്നുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തുള്ളിച്ചാടാതെ അലയ്ക്കാതെ വളരെ ശാന്തമായി അവൻ്റെ ഭവനത്തിലേക്ക് പോയി. നമ്മുടെ ഓർത്തഡോക്സ് പൈതൃകം അതാ, ഓർത്തഡോക്സ് ആത്മീയത അതാ. അതുകൊണ്ടാണ് നമ്മൾ ഈ തുള്ളിച്ചാടാനും അലറാനും ഒന്നും ആരെയും അനുവദിക്കാത്തത്. കാരണം എന്ന് വെച്ചാൽ ആത്മീയമായ ഭാരം, മുമ്പേ ഞാൻ പറഞ്ഞു ബ്ലെസ്സിങ്സ്, ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു. ഇവിടെ ഓർത്തോണം, അതായത് അതിനേക്കാളും ഒക്കെ ഉപരി ആത്മീയതയുടെ സന്തോഷം, ഹാപ്പിനെസ് ഓഫ് സ്പിരിച്വാലിറ്റി, ആ ഹാപ്പിനെസ് ഓഫ് സ്പിരിച്വാലിറ്റി, ബർഡൻ ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ ആ ഭാരം ചുമന്നുകൊണ്ട് പോയപ്പോൾ അവൻ അടങ്ങി ഒതുങ്ങിപ്പോയി. ആ യാത്രയും മൊത്തം അവൻ സമർപ്പിച്ചാ പോയത്. ഭാരം ചുമന്ന് തല താഴേക്കാക്കി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചു. ഇന്ന് നമുക്ക് വേണ്ടതും അത് തന്നെ. പ്രത്യേകിച്ച് റാസയിലും പ്രാർത്ഥനയിലും ഒക്കെ സംബന്ധിക്കുമ്പോഴും ഓർത്തുകൊള്ളണം, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവൻ ആത്മീകമായ സാക്ഷ്യം പറയാനായി തിരിച്ചവൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്, ഭാരം ചുമന്നുകൊണ്ട്. അതുപോലെ റാസയും പ്രാർത്ഥനയും ആത്മീയതയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാ.
സൗഖ്യം കണ്ടു കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി അലയ്ക്കുക എന്നുള്ളതല്ല ദൈവികത. നീ നിന്റെ വീട്ടിലേക്ക് പോകണം. ഇതിൻ്റെ ഭാരം നീ മനസ്സിലാക്കണം. നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കിട്ടിയ കിടക്ക, നീ കിടന്ന കിടക്ക, അവിടെ കിടക്കുന്നത് മൂലം മറ്റുള്ളവർക്ക് ബാധ്യതയാകല്ലേ, അത് നീ ചുമന്നുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ എല്ലാ പെരുന്നാളുകളും നമ്മളെ പഠിപ്പിക്കുന്നതാ, നമ്മുടെ റാസുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാ. അവൻ തിരിച്ചു പോയത് ആ ഒരു ഒതുക്കത്തിലുള്ള യാത്രയാണ്. ഭർത്താവിൻ്റെ ക്രൂസിൻ്റെ മറവിൽ നിറഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. ആ നിറഞ്ഞ യാത്രയാണ് റാസ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലെ ആഘോഷങ്ങളും ഘോഷങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും ഓർത്തോണം, വെടിയും ചെണ്ടയും അല്ല, അതിൻ്റെ ശബ്ദം മാത്രമല്ല കേൾക്കുന്നത്. ഒരു വിശ്വാസി റാസയിൽ സംബന്ധിക്കുമ്പോൾ ഓർത്തോണം, ഇതാ എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, വിശുദ്ധന്മാരുടെ ആഗമനം, ആ സമയത്തുണ്ടാകുന്ന കാഹളനാദങ്ങൾ, ആ നാദങ്ങളുടെയൊക്കെ ഭയങ്കരമായ ശബ്ദം, അതൊക്കെ കേൾക്കാൻ സാധിക്കണം. അത് കേൾക്കാത്ത വിശ്വാസി, അത് ഉൾക്കൊള്ളാനാവാത്ത വിശ്വാസി, അവൻ റാസയെ സംബന്ധിക്കുമ്പോഴേ അത് സമൂഹത്തിന് മൊത്തം ബാധ്യതയാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, നമ്മൾ റാസയൊക്കെ നടത്തും. നമ്മൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ റാസ, ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം പിടിച്ചവന്മാർ, നാട്ടിലുള്ള ഇതര മതസ്ഥരെ ഭംഗിയായിട്ട് വന്ന്, വൃത്തിയായി വന്ന്, നല്ല വസ്ത്രം ധരിച്ചു വന്ന്, കൈയും കൂപ്പി തിരിയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കും. നമ്മൾ റാസയെ നടത്തും, അവനൊക്കെ അനുഗ്രഹവും കിട്ടും. എന്നിട്ട് നമ്മളൊക്കെ പറയും നമുക്കൊന്നും അനുഗ്രഹം കിട്ടുന്നില്ല, ഇതൊക്കെ ചുമ്മാ നടത്തുക. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് അത്ര തീവ്രതയെ കൊടുക്കുന്നുള്ളൂ, അത്ര ഭക്തിയെ കൊടുക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ട് പോലും നിഷ്കളങ്ക ഭക്തി കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ഇതര മതസ്ഥൻ ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോഴേ അതിൻ്റെ അനുഗ്രഹം കിട്ടും. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ, നമ്മളുടെ റാസ കടന്നു പോകുന്ന പാതകൾ, വഴിത്താരകൾ, അവിടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, സന്തോഷത്തിലായിട്ടേ ഉള്ളൂ. ഓരോ പെരുന്നാളുകൾ നടന്നു കഴിയുമ്പോഴും അതിൻ്റെ സന്തോഷവും ഐശ്വര്യവും സമൂഹത്തിനുണ്ടായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കാണുമ്പോഴും ഓർക്കണം, ഇത് വേദപുസ്തകപരമല്ല എന്നാരും ചിന്തിക്കേണ്ട. വേദപുസ്തകത്തിൽ വ്യക്തമായിട്ടുള്ളതാണ്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, പിതാക്കന്മാര് പാരമ്പര്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പെരുന്നാളിൽ കർത്താവേ തരണം ഞങ്ങൾക്കുൾവെണ്മ, ഈ പെരുന്നാളിൽ കർത്താവേ നിർമ്മലരാകണം ഞങ്ങൾ. നമ്മൾ പെരുന്നാളിൽ നിർമ്മലരുമാകണം, നമുക്ക് മനസ്സിന് വെണ്മയും വേണം. ആ വെണ്മയിലും നന്മയിലും കൂടി വളരുവാൻ നമുക്ക് സാധിക്കണം. 2 വിഷയങ്ങളാണ് നമ്മൾ ലഘുവായിട്ട് പങ്കുവച്ചത്. ഒന്നാമത്, എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ നാമത്തിൽ പള്ളികൾ നമ്മൾ സ്ഥാപിക്കുന്നു എന്നുള്ളതിൻ്റെ വേദപുസ്തകപരമായ ചരിത്രപരമായ പശ്ചാത്തലം. രണ്ടാമത്, നമ്മളുടെ പെരുന്നാളുകൾ, നമ്മളുടെ റാസകൾ, പ്രത്യേകിച്ച് അതിൽ ഉപയോഗിക്കുന്ന ഒറ്റ വാക്കി പറഞ്ഞാൽ ചെമ്പെടുപ്പിൻ്റെ അർത്ഥം. അതൊരു വാക്കിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ലഘുവായിട്ട് പറയാം. ക്രൂസിൻ്റെ മുൻപിലിരിക്കുന്ന കാലിച്ചെമ്പ്, ആ കാലിച്ചെമ്പിൽ നേർച്ച കാഴ്ചകളൊക്കെയും വരും. ഭാരം കൂടുന്തോറും എടുത്തുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ വിളിയാണ് ഈ ചെമ്പെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂസിൻ്റെ ചുവട്ടിലായിരിക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവാനുഗ്രഹങ്ങൾ കാഴ്ചകളായി, നേർച്ചകളായി നമുക്കറിയാതെ വന്നു ചേരും. തുടർന്ന് കിട്ടുന്ന ഭാരത്തിൻ്റെ അനുഭവം, ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ്, ബർഡൻ ഓഫ് സ്പിരിച്വാലിറ്റി, ഹാപ്പിനെസ് ഓഫ് സ്പിരിച്വാലിറ്റി, അത് നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അനേകരുടെ പ്രാർത്ഥന വേണം. ഇത്തരത്തിലുള്ള ഭാരങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ക്രൂസിൻ്റെ മറവിലായിരിക്കണം. പ്രാർത്ഥന കൊണ്ടേ പറ്റത്തുള്ളൂ. അതിലെ പോയും പുകൾപ്പെരിയാർ എന്നുള്ള പാട്ടുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ നല്ല രീതിയിലാകുമ്പോൾ, പ്രാർത്ഥനാപൂർവമാകുമ്പോൾ നമ്മളുടെ സഭയുടെ ആ വില, സഭയുടെ ഭിത്തി അവിടെ വിലപ്പെടും. അതിന് വിശ്വാസികളെ പൂർണ്ണമായിട്ട് തയ്യാറാകണം. മൂന്നാമതായിട്ട്, പലർക്കുമുള്ള ഒരു വലിയൊരു സംശയം, ഈവിൾ സ്പിരിറ്റ്സിനെ കുറിച്ച്. ഈവിൾ സ്പിരിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുശക്തികളെ പുറത്താക്കുന്നു, ദുശക്തികളെ ഓടിച്ചു വിടുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചാനലിൽ കൂടെ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടി ചെയ്ത് ചിലർ ഊതുന്നു, കൈകൾ വീശുന്നു. അപ്പം ദുശക്തികളൊക്കെ ചിതറിപ്പോകുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ചിലരൊക്കെ ആണെങ്കിൽ നമ്മൾ TV-ക്കകത്ത് കാണാറുണ്ട്, കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് ഓ സാത്താനേ എന്ന് പണ്ടത്തെ സിനിമാ നടൻ ജയനേക്കാൾ ശക്തമായിട്ട്
കലാപരമായി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ സാത്താൻ ഓടിപ്പോയെന്ന. പ്രത്യേകിച്ച് നമ്മൾ വീടും മറ്റുമൊക്കെ പണിയുമ്പോഴേ ഭൂമി ഉദാശ ചെയ്യും, ധൂപ്രാർത്ഥന നടത്തും, പ്രാർത്ഥനകളിൽ കൂടി മുഴുകും, ഇടയ്ക്കിടയ്ക്ക് ഭവനത്തിൽ പ്രാർത്ഥനകൾ നടത്തും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് അതായത് നമ്മുടെ ഭവനം വെക്കുന്നതിന് മുൻപ് പുരോഹിതനെ വിളിച്ച് ധൂപ്രാർത്ഥന നടത്തി പ്രത്യേകിച്ച് ദുശക്തികളെയൊക്കെ അകറ്റി തുടർന്ന് ഭവനങ്ങൾ നിർമ്മിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ ഇത്തരത്തിലെ പ്രാർത്ഥനകൾ നടത്തുന്നു. പലർക്കും ഒരു സംശയമാണ്, അയ്യോ ആരാണ്ടോ കൂടോത്രം ചെയ്തോ, അല്ലേ ഏതൊക്കെയോ ദുശക്തി ഇവിടെ ആവസിച്ചിട്ടുണ്ടോ? എന്താണ് പരിശുദ്ധ സഭ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ശുദ്ധീകരണ കർമ്മങ്ങളുടെ പ്രസക്തി എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങളോട് 1-2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുക. നിങ്ങളത് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് ശ്രദ്ധിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്നത്. തുടർന്നുള്ള അതിനുശേഷം 5 ദിവസം കൊണ്ട് ദൈവം തമ്പുരാന് ഭൂമിയെ പുനഃക്രമീകരിക്കുകയാണ് ചെയ്തത്. പുനഃക്രമീകരിച്ച് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ ഉൽപ്പത്തി 1:1 തൊട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നാൽ ഇതിനു മുൻപുള്ള ഒരു കാലഘട്ടമുണ്ട്, ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ട്. ആ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം നിങ്ങൾ സമയം പോലെ വ്യക്തമായിട്ട് വായിച്ചാൽ മതി. അവിടെ അരുണോദയപുത്രനായ ശുക്ര, നീ ചിറകറ്റ് വെട്ടേറ്റ് എങ്ങനെ നിലത്ത് വീണു? ഞാൻ സ്വർഗോന്നതത്തിൽ കയറും, മറ്റൊരു സ്വർഗം സൃഷ്ടിക്കും, മഹോന്നതനെ പോലെ ആകും എന്നല്ലയോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭാഗം എന്ന് വെച്ചാൽ ഈ ലോക സൃഷ്ടിക്കും മുൻപുള്ള ഒരു സംഭവമാണ്. സ്വർഗത്തിൽ 10 വൃന്ദം മാലാകമാരുണ്ട്. ഈ 10 വൃന്ദം മാലാകമാരുടെ കൂട്ടത്തിൽ 10ാമത്തെ വൃന്ദം മാലാകമാരായിരുന്നു നൂറോനോമാർ, തള്ളപ്പെട്ട മാലാകമാര്. അവരുടെ ഒരു പ്രത്യേകത, അവരുടെ മാലാകന്മാരുടെ ദൗത്യം എന്ന് വെച്ചാൽ ഇടതടവില്ലാതെ തൃത്വ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയോ, ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ദൗത്യം. എന്നാൽ അവസാന വൃന്ദം മാലാകന്മാർ, ഈ അരുണോദയപുത്രനായ ശുക്രൻ, അതായത് ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള മാലാകന്മാർ, പ്രകാശപുത്രന്മാരെന്നറിയപ്പെട്ട മാലാകന്മാർ, അവർ ചിന്തിച്ചു, എടാ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടതടവില്ല ദൈവത്തെ സ്തുതിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്തോ? ഞങ്ങൾ മറ്റൊരു സ്വർഗം സൃഷ്ടിക്കും, എന്നിട്ട് ഞങ്ങൾ അവിടെ രാജാക്കന്മാരായ ദൈവത്തിന് സമനായിട്ടിരിക്കും, ഞങ്ങളെ ആരാധിക്കാൻ ഞങ്ങൾ മാലാകന്മാരെ വേറെ സൃഷ്ടിക്കും, വേറെ ദൂതന്മാരെ ഉണ്ടാക്കും. ദൈവം ഇതറിഞ്ഞ് അവരുടെ ചിറക് കണ്ടിച്ചു കളഞ്ഞു. എന്നാൽ അവരെ നശിപ്പിച്ചില്ല. കാരണം ദൈവത്തിന്റെ ആർദ്ര കരുണ ലോകാതീതമാണ്, ചരിത്രാതീതമാണ്. ആ തള്ളപ്പെട്ട മാലാകമാർക്ക് വസിക്കുവാൻ തക്കവണ്ണം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടർന്നുള്ള വാക്യം, ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വാക്യം പറയുന്നത് എങ്ങനെയാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരിക്കലും പാഴും ശൂന്യവുമല്ല, നൾ ആൻഡ് വോയിഡ്, ഒരിക്കലുമല്ല. ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മഹനീയമാണ്, അത് ശ്രേഷ്ഠമാണ്. പക്ഷേ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നതെന്ന് പറയുന്നത് തള്ളപ്പെട്ട മാലാകന്മാർ ഭൂമിയിലേക്ക് പതിച്ചു. അവരെ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി. തള്ളപ്പെട്ട മാലാകന്മാർ പാഴും ശൂന്യവുമാക്കി കളഞ്ഞ ഭൂമിയാണ് പിന്നീട് 5 ദിവസം കൊണ്ട് പുനഃക്രമീകരിച്ച് അവരുടെ സ്ഥാനത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഇനി ഓർത്തോണം, ഭൂമിയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. തള്ളപ്പെട്ട മാലാകന്മാരുണ്ട്. അവരെ നശിപ്പിക്കാതാണ് ദൈവം ആരെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? മനുഷ്യനെയും കൂടെ സൃഷ്ടിച്ചു വിട്ടത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ട്. സാത്താനൊരു പ്രത്യേകതയുണ്ട്, അവനെപ്പോഴും ചിന്തിച്ചിരിക്കുക, അങ്ങനൊന്നും ഞാൻ വിടത്തില്ല, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇവനെ സന്തോഷത്തോടെ ഞാൻ വസിപ്പിക്കത്തില്ല. സാത്താന് നേരിട്ട്, തള്ളപ്പെട്ട മാലാകന്മാർക്ക് നേരിട്ട് ദൈവത്തോട് മത്സരിക്കാൻ പറ്റത്തില്ല.
കാരണം മത്സരിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ രൂപവും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവർക്കാണ്. നമ്മൾ തന്നെ തിരുവചനം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1ഉം 2ഉം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ കാണുന്ന രൂപം, അതായത് 4 മുഖമുള്ള ക്രോബേന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, 6 ചിറകുള്ളവരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഓരോ ഭാഗത്തോട്ട് നോക്കിയാലും അവരുടെ മുഖം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. യെഹെസ്കേൽ കണ്ട ദർശനത്തിലെ ദിവ്യരൂപം, അതും പേടിപ്പെടുത്തുന്ന രൂപത്തോടു കൂടിയ ഒരു ഭാവമാണ് പറയുന്നത്. കാരണം സർവശക്തനെ സാത്താന് പേടിയാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മനസ്സിലറിയാം സാത്താന്റെ രൂപം വളരെ വിപരീതമായ രൂപമാണ്. ആ സാത്താന്റെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. സാത്താൻ എങ്ങനെ ഇരിക്കും? നമുക്ക് പേടിയാണ്. പക്ഷെ ഈ സാത്താൻ ദൈവത്തെ പേടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതുപോലൊരു ഭാവമുണ്ട്, അട്ടഹാസമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സാത്താന് പേടിയാണ്. പക്ഷേ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പുത്രന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം അതൊക്കെ ഒതുക്കിയ വരുന്നത്. പഴയ നിയമത്തിൽ ദൈവം ഒന്ന് മലയിലേക്ക് ഇറങ്ങി വന്നതേ ഉള്ളൂ. അപ്പം മലയെല്ലാം കത്താൻ തുടങ്ങി. ഉടനെ മോശ പറഞ്ഞു, ദൈവമേ നീ ഇറങ്ങി വരല്ലേ. ഇസ്രായേൽ മക്കൾ പറയുന്നു, നീ ഇറങ്ങി വരണ്ട, എന്നിക്കൂടെ സംസാരിച്ചാൽ മതി. കാരണം ദൈവത്തിന്റെ ഭാവം, കാഠിന്യമേറിയൊരു ഭാവമുണ്ട്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അതൊക്കെ ഒതുക്കി സ്നേഹത്തിന്റെയും ശാന്തതയുടെയും നല്ല ഭാവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം ഭീതി ഉളവാക്കുന്നവനല്ല, കരുണയുടെ ദൈവമാണ്, സന്തോഷത്തിന്റെ ദൈവമാണ്, അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ ആത്മാക്കളെല്ലാം കൂടെ ഭൂമി കിടന്ന് വിളയുക. സാത്താൻ ഒരിക്കലും നമ്മളെ സന്തോഷത്തോടായിരിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി നിങ്ങളുടെ ചിന്ത വീണ്ടും ഞാൻ താഴേക്ക് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയും, അപ്പൊ ഓർത്തോണം, സാത്താനെ തള്ളിക്കളഞ്ഞില്ല. അവനിങ്ങനെ അവകാശത്തോടു കൂടി തന്നെ ഈ ഭൂമിയിൽ താമസിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ വായിക്കണം. 26 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ അത് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു തമ്പുരാന് ഗെരസേന്യ എന്ന് പറയുന്ന ഒരു ദേശത്തെത്തി. അപ്പോഴേ ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് യേശു തമ്പുരാനെ വന്ന് എതിർപ്പെടുന്നു. നിങ്ങൾ വിശുദ്ധ ലൂക്കോസ് 8-ാം അധ്യായം 26 തൊട്ടുള്ള വാക്യങ്ങൾ. ആ മനുഷ്യന്റെ പാർപ്പ് ശവക്കല്ലറകളിലായിരുന്നു. എന്നിട്ട് അവൻ ഇറങ്ങി വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? എന്നെ ഉപദ്രവിക്കരുതേ. എന്നിട്ട് യേശു തമ്പുരാൻ പറയുകയാണ്, ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. അത് വളരെ കാലമായി അവനെ ബാധിച്ചു. അവനെ ചങ്ങലയും വിലങ്ങും വിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിട്ടും അവൻ ബന്ധനങ്ങളെ തകർത്തു. എന്നിട്ട് അവനെ കാടുകളിലേക്ക് ഓടിച്ചു. അത്ര ക്രൂരത സാത്താൻ ആ മനുഷ്യനിൽ ചെയ്തുകൊണ്ടിരിക്കുക. യേശു അവനോട് ചോദിക്കുക, ആട്ടെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്തോ പറഞ്ഞു? എൻ്റെ പേര് ലെഗ്യോൻ എന്നാണ്. എന്നിട്ട് പറയുകയാണ്, പാതാളത്തിലേക്ക് പോകുവാന് നീ സമ്മതിക്കരുത്. എന്നിട്ട് മലയിൽ വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു, എന്നെ അവിടേക്ക് പോകണം. ഇതേ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോഴത്തേക്ക് വിഷയം അല്പം കൂടെ അങ്ങ് മാറുകയാണ്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പേര് ലെഗ്യോൻ, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതെന്ന് മാത്രമല്ല പറയുന്നത്, നീ സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ, അതാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് സുവിശേഷത്തിലും അല്പം ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ ലെഗ്യോനാണ്, അയ്യോ എന്നെ പാതാളത്തിലേക്കൊന്നും വിടല്ലേ, എന്നെ ആ പന്നിയിലേക്ക് വിട്ടാൽ മതി. പക്ഷേ മറ്റിടത്ത് പറയുന്നത്, സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കാൻ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ സത്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. യേശു തമ്പുരാനെ കണ്ടപ്പോൾ ഭൂതം ബാധിച്ച മനുഷ്യൻ യേശുവിനോട് ചോദിക്കുകയാണ്, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ പോലെ അറിയുന്നവരാരുമില്ല, നമ്മളെക്കാളൊക്കെ നല്ലപോലെ അവനറിയാം. പക്ഷേ നീ സമയത്തിന് മുൻപേ എന്തിനാ ദണ്ഡിപ്പിക്കാൻ വന്നത്? നീ എന്നോട് പറഞ്ഞിട്ടില്ലയോ ഈ മനുഷ്യന്റെ ദേഹത്ത് ഇത്ര നാൾ വസിച്ചു കൊള്ളാൻ? ആ പറഞ്ഞ വാക്കിന്റെ പിന്നിൽ ഒരു വലിയ ആന്തരിക അർത്ഥമുണ്ട്. അതായത് ചില ദുരാത്മാക്കൾ ചില സ്ഥലത്ത് ചില വ്യക്തികളിൽ ഒരു നിശ്ചിത കാലം പാർക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ 10 വർഷമായിരിക്കും, 5 വർഷമായിരിക്കും, 2 വർഷമായിരിക്കും. എന്ന് വെച്ചാൽ ചില വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെ വാടക ചീട്ടൊക്കെ വാങ്ങി 2 വർഷം നീ താമസിച്ചു. ചിലപ്പോൾ കൊടുത്ത വ്യക്തി 1 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴേ നീ ഇറങ്ങാൻ പറയാൻ പറ്റത്തില്ല. അതിന് പകരം ചെയ്യും, സ്നേഹത്തോടെ പറയും, ഒന്നുകിൽ മറ്റൊരു വീട് തരാം, ഞങ്ങൾ നിവൃത്തികേട് കൊണ്ട് പോരേണ്ട വന്നു, അഡ്വാൻസ് തിരിച്ചു തരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെ ഒരുപക്ഷെ ആ മനുഷ്യനിൽ 5 വർഷം പാർക്കാൻ തക്കവണ്ണം തമ്പുരാൻ ഈ സാത്താന് ദുരാത്മാവിന് അനുവാദം കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ആ സമയത്തിന് മുൻപേ ദണ്ഡിപ്പിക്കാൻ നീ എന്തിനു വന്നു എന്ന് ചോദിച്ചത്. അവന് കൊടുത്ത സമയത്തിന് മുൻപ് തന്നെ തമ്പുരാൻ വന്നു എന്നുള്ളതാണ് അവന്റെ പരാതി. എന്നിട്ട് പറഞ്ഞു, നിന്നോട് മത്സരിക്കാനൊന്നുമില്ല. അവൻ തമ്പുരാൻ ചോദിച്ചു, നിനക്ക് എന്തോ വേണം? ഞങ്ങൾ പൊയ്ക്കോളാം, ഞങ്ങളെ ഇവിടുന്നൊന്നും വിടല്ല. എവിടേക്ക് വിടല്ലെന്ന് പറയുന്നു? എവിടേക്ക് വിടല്ലെന്നാ പറയുന്നേ? പാതാളത്തിലേക്ക് മാത്രം വിടല്ലേ. അതെന്താ സാത്താൻ അങ്ങനെ പറഞ്ഞു? സാത്താന്റെ വീടെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എവിടെയാ? പാതാളം. പാതാളം ആസസ്ഥാനം അവന്റെ. പക്ഷേ സാത്താൻ പറയുകയാണ്, എന്നെ ഒരിക്കലും പാതാളത്തിലോട്ട് വിടല്ല. കാരണം അവന് തന്നെ പേടിയുള്ള, ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ സംഗതികൾ പാതാളത്തിലുണ്ട്. വിശ്വാസികളൊക്കെ ചിന്തിച്ചു കൊള്ളണം. നമ്മൾ പറയും, ദൈവമേ പാതാളത്തിൽ ഞങ്ങളെ അയക്കരുതേ, നമ്മൾ തന്നെ പ്രാർത്ഥിക്കും. സാത്താന് തന്നെ പേടിയുള്ള, ഇഷ്ടമില്ലാത്ത, അവന്റെ വീടായിട്ട് പോലും താല്പര്യമില്ലാത്ത ഒത്തിരി സംഗതികളായി പാതാളത്തിലുള്ളത്. അപ്പം നമ്മൾ വിശ്വാസികൾ ഓർക്കണം, നമുക്കൊരിക്കലും പറ്റിയ സ്ഥാനമല്ല. അതുകൊണ്ട് പ്രാർത്ഥനയിലും വിശുദ്ധിയിലും നന്മയിലും ഒക്കെ വളരണമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ, യേശു തമ്പുരാൻ പറഞ്ഞ, ശരി, നിന്നെ ഞാൻ പാതാളത്തിലേക്ക് അയക്കുന്നില്ല. നിന്നോട് പറഞ്ഞ സമയത്തിന് മുൻപേ ഞാൻ വന്നു, അതും ശരിയാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തു, നീ പറഞ്ഞതുപോലെ എവിടേക്ക് പോകണം? പന്നിയിലേക്ക് തന്നെ പൊയ്ക്കോ. സാത്താൻ ഓടി പന്നിയിലേക്ക് പോയി. പന്നികളെ എന്തോ എടുത്തു വന്നിട്ട് വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. കടുംതൂക്കത്തോടെ വലിയ ജലപ്രവാഹത്തിലേക്ക് ചാടി ചാകുകയാണ് ചെയ്തത്. നിങ്ങൾ ആ യേശു തമ്പുരാന്റെ ആ മെത്തഡോളജി ഒന്ന് മനസ്സിലാക്കണം. ഭൂതത്തെ പുറത്താക്കാൻ ചെന്നപ്പോഴ് അവനോട് പൊയ്ക്കോളാൻ നേരത്തെ പറഞ്ഞു. അപ്പം പോകാൻ വേണ്ടി സമയത്തിന് മുൻപായതുകൊണ്ട് അവന്റെ വാക്ക് കേട്ട് അവനോട് സംസാരിച്ച് അവനോട് പറയുകയാ, നീ താഴേക്ക് പൊയ്ക്കോ, നിനക്കിഷ്ടമുള്ള പന്നിയിലേക്ക് പൊയ്ക്കോ. നമ്മൾ ചിന്തിക്കണം, ഇവിടെ ചില വീരാതി വീരന്മാര് പിശാചിനെയൊക്കെ ഇറങ്ങുന്നു എന്ന് പറയുന്നവന്മാര് കാലുമേ കാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചാനലൊക്കെ നോക്കിയാൽ മതി, കാല് വിറപ്പിച്ച് തുള്ളിച്ചാടി അലറി വിളിച്ച് എന്തോ ഒരു അലക്കുന്നതെന്നറിയാമോ? ഇനി ഇവർക്കൊക്കെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്കേവ എന്ന് പറയുന്ന പുരോഹിതന്റെ മക്കള് അവരിങ്ങനെ അലച്ചു വിളിച്ച് മന്ത്രവാദികളായിട്ട് ദേശാന്തരികളായിട്ട് നടന്നപ്പോഴ് ദുരാത്മാവ് അവരുടെ മേൽ ചാടി വീണ് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പൗലോസിനെ അറിയാം, ക്രിസ്തുവിനെ അറിയാം, പക്ഷെ നിങ്ങളാര് എന്ന് ചോദിക്കുന്നുണ്ട് സാത്താൻ തന്നെ. അത്തരം ഒരു അനുഭവമാണ് വരുന്നത്. പ്രത്യേകിച്ച് ഓർത്തോണം, സാത്താൻ ശക്തനാ. ചിലപ്പോഴേ മനുഷ്യനെ നന്നാക്കാൻ, പരീക്ഷിക്കാൻ അവൻ ഇതുപോലെ ദുഷ്ടാത്മ സേനയെ തന്നെ അവന്റെ അനുവാദത്തോടുകൂടി തന്നെ പ്രവേശിക്കാം. അതൊക്കെ ഒരു പരീക്ഷണമാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ചില പ്രത്യേക സമയങ്ങളിൽ ചില കുടുംബങ്ങളിൽ അവിടെ പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, സമർപ്പണമില്ല, എന്തോ ചെയ്താലും വലിയ, അതായത് ദൈവത്തിൽ നിന്ന് അകന്ന രീതിയിലുള്ള പരാജയം, പരീക്ഷണത്തെക്കാൾ അപ്പുറത്തുള്ള സ്വയം പരാജയം വഹിച്ചു വെക്കുന്ന പല കുടുംബങ്ങളുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥനയോട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ചിന്തിച്ചാൽ മതി. ചിലരുടെ ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ, പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുമ്പോൾ, പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ, പിള്ളേരെ സൺഡേ സ്കൂളിന് വിടാതിരിക്കുമ്പോഴേ ഓർക്കണം, ഈ ദുരാത്മാവ് ഇങ്ങനെ കയറി ബാധിച്ചേക്കുക. ഒരുപക്ഷെ ഓർക്കണം, നമ്മുടെ ദേഹത്ത് ദുരാത്മാവുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ വരും. നമ്മൾ പോലും അറിയാതെ സാത്താനുമായിട്ടൊരു അവനൊരു സംവാദം നടത്തും. 5 വർഷം തോമാച്ചന്റെ ദേഹത്ത് പാർക്കാൻ നിനക്ക് ഞാൻ അനുവാദം തന്നു സാത്താനെ, സത്യമാ. പക്ഷേ അവൻ പശ്ചാത്തപിക്കുകയാ, നീ ഇറങ്ങിയേ പറ്റൂ. എങ്ങോട്ട് പോകണമെന്നൊന്നും തമ്പുരാൻ പോലും പറയണ്ട, സാത്താൻ പറഞ്ഞു കൊടുക്കും, തമ്പുരാനെ പേടിക്കണ്ട, ഞാൻ തോമാച്ചന്റെ ദേഹത്തുനിന്ന് പൊയ്ക്കോളാം. അപ്പുറത്തെ ജോണച്ചാൻ ഭയങ്കര കൊണിയും ഞൊണയും പറഞ്ഞൊക്കെ നടക്കുക, പ്രശ്നം ഉണ്ടാക്കി നടക്കുക. അവിടെ പ്രാർത്ഥനയില്ല, ഞാൻ അവിടേക്ക് പൊയ്ക്കോളാം. പിന്നെ ജോണച്ചാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതുകൊണ്ട് ഈ പിശാചിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് ഒരിടത്ത് നിന്ന് നിവൃത്തിയില്ലാതെ വന്നാൽ അടുത്തടത്തോട്ട് മാറി മാറിപ്പോവുകയും. പ്രത്യേകിച്ച് നമ്മളുടെ സഭയുടെ ആ വിശ്വാസം മനസ്സിലാക്കണം. നമ്മൾ വീടൊക്കെ കൂദാശ ചെയ്യുമ്പം ഭൂമി ശുദ്ധീകരിക്കും. പലർക്ക് സംശയമാണ്, എന്തിനാ ആശാരിമാരെയും മേസ്തിരിമാരെയൊക്കെ വിളിച്ചാൽ പോരെയോ? അവർ സ്ഥാനം കണ്ടു തരത്തില്ലയോ? അതോടുകൂടി തീർന്നില്ലയോ? പിന്നെ എന്തിനാ അച്ഛന്മാരെ വിളിക്കുന്നത്? അവർക്ക് കൈമുത്ത് കൊടുക്കാനാണോ? ചിലരുടെയൊക്കെ ചിന്തയാ. ഇതതിനൊന്നും അല്ല. എല്ലാ ഭൂമിയിലും നിങ്ങളും ഞാനും അറിയാതെ ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്, ഒരു ശാപത്തിൻ്റെ ആത്മാവുണ്ട്. ആ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല. തലമുറകളായി കൈമാറ്റം കിട്ടിയ ഭൂമിയാണ്. അവിടെ കയറുന്നതിന് മുൻപ്, കാല് കുത്തുന്നതിന് മുൻപ് പ്രാർത്ഥനയോടെ തന്നെ കയറണം. അവിടെ ദുരാത്മാവുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, ധൂപമർപ്പിക്കും. സാത്താനത് പേടിയാ. സുഗന്ധത്തിന്റെ മണം, വിശുദ്ധമായ കുന്തിരിക്കത്തിന്റെ മണം അവന് പേടിയാ. ധൂപം വീശുമ്പോഴേ അവൻ വിറയ്ക്കും. അവൻ വിറയ്ക്കുക മാത്രമല്ല, ഓടി രക്ഷപ്പെടാവുകയും ചെയ്യും. അവനെ ഓടിച്ചിട്ട് മാത്രമേ തുടങ്ങാവൂ.
നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും, നിങ്ങളുടെ വീട് പണിയാണെങ്കിലും, നിങ്ങളുടെ താമസമാണെങ്കിലും, ഏത് സന്തോഷവും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതൊക്കെ മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ആത്മീക അനുഭവത്തിലൂടെ അവർ വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. അസ്വസ്ഥത വരുമ്പോൾ ഓടി മന്ത്രവാദികളെ തേടിപ്പോകണ്ട. ദൈവത്തെയും മനുഷ്യരെയും കളിപ്പിക്കുന്ന കപടാത്മാക്കളെ തേടിപ്പോകണ്ട. ദൈവസന്നിധിയിൽ കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് അതാ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതും സാത്താൻ ഏറ്റവും ഭയാനകവും കണ്ണുനീരാണ്, പ്രാർത്ഥനയാണ്. ഒരു സന്യാസ പിതാവിൻ്റെ സെയിൻസ് ഓഫ് ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം പറയുന്നുണ്ട്. ഒരു സന്യാസ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് സാത്താൻ സംസാരിക്കുകയാണ്. സന്യാസ പിതാവിൻ്റെ ഉറക്കമില്ലായ്മയോ പ്രാർത്ഥനയോ ഒന്നുമല്ല, ദൈവത്തിലുള്ള വിശ്വാസമോ ഉറക്കമില്ലായ്മയോ പ്രാർത്ഥനയോ ഒന്നുമല്ല. സാത്താന് ആ വിശുദ്ധ മനുഷ്യനോടുള്ള പേടി. പറയുക, ദൈവമനുഷ്യനോട് പറയുന്നുണ്ട്, നീ ഉറങ്ങാതിരിക്കുന്നു, ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും ഉറങ്ങത്തില്ല. നീ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, നിന്നേക്കാളും വിശ്വാസവും ദൈവത്തെ എനിക്കാ, നിന്നേക്കാൾ പേടിയും എനിക്കാ. പക്ഷേ നീ എന്നെ തോപ്പിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. പിതാവേ, നിന്റെ കണ്ണുനീര്, നിന്റെ പശ്ചാത്താപം, നിന്റെ ആ ഹംബിൾനെസ്, സൗമ്യത, ഇതൊക്കെ എന്നെ പേടിപ്പിക്കുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചു കൊള്ളണം, നമ്മളിലും അതുപോലെ ഉണ്ടാകണം. അതായത് സ്പിരിച്വൽ പ്രൈഡ് എപ്പോൾ വേണേലും വരാം, ആത്മീക അഹങ്കാരം എപ്പം വേണേലും വരാം. ആ ഉയരുന്നവനെയൊക്കെ തള്ളിയിടാൻ മുൻപിൽ തന്നെ നമ്മൾ പോലും അറിയാതെ ഈ ദുരാത്മാവുണ്ട്. ശിമോൻ പത്രോസിനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം അനുവാദം ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ശിമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ സാത്താൻ അനുവാദം ചോദിച്ചു. ഞാനോ നിന്നുള്ള വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ പഠനം അതാകണം. ആ ഭാഗത്തിന് ഞാൻ അടിവരയിടുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെ, ഈ ദുശക്തികളോടുള്ള നമ്മളുടെ സമീപനം, അതൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ സിംറ്റംസ് കാണുമ്പോഴേ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം. തമ്പുരാൻ്റെ പാദത്തിങ്കിലേക്ക് വരിക, പ്രാർത്ഥന കൂട്ടിക്കൊള്ളണം, നമസ്കാരം കൂട്ടിക്കൊള്ളണം, നൊയമ്പനുഷ്ഠാനങ്ങൾ ശക്തീകരിക്കണം. പ്രത്യേകിച്ച് ഇതൊക്കെ നൊയമ്പിൻ്റെ അവസരമാണ്. 25 നൊയമ്പിലൂടെ കടന്നു പോകുകയാണ്. ഭക്തിപൂർവ്വം നിങ്ങൾ നൊയമ്പെടുത്ത് നോക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, യാമ പ്രാർത്ഥനകൾ നടത്തി നോക്ക്. ഏറ്റവും ചുരുങ്ങിയത് കുടുംബത്തിൽ രാവിലത്തെയും വൈകിട്ടത്തെങ്കിലും പ്രാർത്ഥന മുടക്കം കൂടാതെ ഒന്ന് നടത്തി നോക്ക്. അവൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവൻ ചാടും അവിടെ നിന്ന്, പ്രാർത്ഥനയില്ലാത്തടത്തോട്ട് പോകും. പ്രാർത്ഥിക്കാതിരുന്ന 2 വെല്ലുവിളിയാണ്. നമ്മുടെ വീട്ടിലുള്ള പിശാചുക്കളും അവിടെ കാണും, പ്രാർത്ഥിച്ച് അനുദപിക്കുന്നവൻ്റെ ഭവനങ്ങളിൽ നിന്ന് ഓടി വരുന്ന പിശാചുക്കളും വീതി കിട്ടാതെ, വഴി കിട്ടാതെ വിഷമിച്ചിരിക്കും, അതും കാണും. അപ്പം അതുണ്ടാകാതെ ഒരു ആത്മീകമായ സുസ്ഥിരത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. 3 കാര്യങ്ങളാണ് നിങ്ങളോടിപ്പോൾ പങ്കുവെച്ച് കഴിഞ്ഞത്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, വിശുദ്ധന്മാരുടെ നാമത്തിൽ എന്തുകൊണ്ട് ദേവാലയങ്ങൾ നിർമ്മിക്കുന്നു. നമ്മളതിന് പറഞ്ഞ ചെറിയ മറുപടി സ്വർഗീയമായ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 10 തൊട്ടുള്ള വാക്യത്തിൽ, സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്നത് എല്ലാ ദേവാലയങ്ങളുടെയും പ്രകടമായ ഭാവമാണ്. വരുവാനുള്ള ആ നാടാണ്, കുഞ്ഞാട് അധിവസിക്കുന്ന നാടാണ്. അവിടെ 12 ഗോപുരമുണ്ട്, 12 അടിസ്ഥാനമുണ്ട്. ഗോപുരങ്ങളിൽ ദൂതന്മാരുണ്ട്, ഗോത്രപിതാക്കന്മാരുടെ ഗോത്രങ്ങളുടെ പേര് കുത്തിയിട്ടുമുണ്ട്. മതിലിൽ 12 അപ്പോസ്തോലന്മാരുടെ പേര് കുത്തിയിട്ടുണ്ട്. കർത്താവ് അധിവസിക്കുന്ന സ്വർഗീയ യെരൂശലേമിൽ, അവൻ്റെ സ്വർഗീയ ദേവാലയത്തിൽ ദൂതന്മാരുടെയും ഗോത്രപിതാക്കന്മാരുടെയും അപ്പോസ്തോലന്മാരുടെയും പേര് കൊത്തിയിട്ടുണ്ടെങ്കിൽ ആ പേര് കൊത്തുന്ന പ്രക്രിയ വിശുദ്ധന്മാരുടെ നാമത്തിൽ പള്ളി സ്ഥാപിക്കുക എന്ന് പറയുന്നത് ചെയ്യുന്നത്. നമ്മൾ സ്വർഗത്തിൽ ചെയ്യുന്ന ആ വിശുദ്ധ കർമ്മത്തിൻ്റെ വ്യക്തമായ പ്രകടമായ അനുസരണ ഭാവമാണ് ഇതിലൂടെ കാണിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പെരുന്നാള്, റാസ, ചെമ്പെടുപ്പ്, അതിനെക്കുറിച്ചൊക്കെയുള്ള അനുഭവമാണ്. ഒരു കാലിച്ചെമ്പ് ക്രൂസിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ കാലിച്ചെമ്പിലേക്ക് നേർച്ച കാഴ്ചകൾ വീഴും. പ്രാർത്ഥനയോടെ അതിനെ ചുമന്നുകൊണ്ടുപോകും. ആഘോഷത്തോടെ ഭാരം മറക്കുവാൻ തക്കവണ്ണം, ആ അസ്വസ്ഥത മറക്കുവാൻ തക്കവണ്ണം പാട്ടുകൾ പാടും. അതുപോലെ കർത്താവിൻ്റെ ക്രൂസിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ, ആ ക്രൂസിൻ്റെ മറവിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒതുക്കം, ആ അനുഭവത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന എല്ലാ സന്തോഷ സൗഭാഗ്യങ്ങൾ, പലതും ഏറ്റെടുക്കുന്ന ആത്മീയ അനുഭവം, എന്നിട്ട് ദേവാലയത്തിലേക്കുള്ള യാത്ര, സ്വർഗീയ യെരൂശലേമിനെ നോക്കിയുള്ള യാത്ര, ആ സ്വർഗീയ യെരൂശലേമിനെ നോക്കിയുള്ള അനുഭവമായ യാത്രയുടെ പ്രതീകമായിട്ട് ഈ ചെമ്പെടുപ്പിനെയൊക്കെ നമ്മൾ കണക്കാക്കണം. അത് ആത്മീയമായ തലത്തിൽ ഉൾക്കൊള്ളുകയും കൂടി ചെയ്യണം. മൂന്നാമതായിട്ട്, പ്രത്യേകിച്ച് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പിശാചിനെ ഇറക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ മനോഭാവങ്ങളെ
പൗരസ്ത്യ പാരമ്പര്യം അതിന് എന്തു പഠിപ്പിക്കുന്നു? അതിനെക്കുറിച്ചാണ് മൂന്നാമത് പറഞ്ഞത്. നാലാമതായിട്ട് പറയാനായിട്ടുള്ളത്, വാങ്ങിപ്പോയ വിശ്വാസികളെ കുറിച്ചുള്ള ആ ഒരു സ്വർഗീയമായ അനുഭവം എന്താണ്? ഒരുപാട് പഠിപ്പിക്കലുകൾ നമ്മുടെ സഭയിൽ അതിന് അനുബന്ധമായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു ചെറിയൊരു ഭാഗം നമ്മളുടെ പൗരസ്ത്യ ആധ്യാത്മിക പ്രമാണത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. 20-ാം അധ്യായം, ലൂക്കോസ് 20-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ, 27 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നീണ്ട ഒരു സംഭവമാണ് പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം, സദൂക്യന്മാര്, അവർക്ക് പുനരുദ്ധാനമില്ല. ആ സദൂക്യന്മാര് യേശുതമ്പുരാന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഗുരു, ഒരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ പറഞ്ഞു. ഒരു പഴയ നിയമ ന്യായപ്രമാണ വിശ്വാസം പ്രമാണവുമായിട്ടാണ് യേശുതമ്പുരാന്റെ അടുക്കൽ വരുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു സഹോദരനുണ്ട്, 7 സഹോദരന്മാരുണ്ടായിരുന്നു, ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. 7 പേരും മാറി മാറി സ്ത്രീ വിവാഹം കഴിച്ചു, 7 പേരും മരിച്ചുപോയി. അവർ പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയാകും? ആദ്യം ചേട്ടൻ കല്യാണം കഴിച്ചു, പിന്നെ എല്ലാ സഹോദരങ്ങളും മരണശേഷം തുടർച്ചയായിട്ട് കല്യാണം കഴിച്ചു, മക്കളില്ല, ആർക്ക് ഭാര്യയാകും? യേശു അതിന് പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. 36-ാം അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്കിനിയും മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അതായത് അവരുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വാങ്ങിപ്പോയവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള കർത്താവിന്റെ പഠിപ്പിക്കല. അതായത് വാങ്ങിപ്പോയവർ അവർ പുനരുദ്ധാന പുത്രന്മാരാണ്, അവർ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. 36-ാമത്തെ വാക്യം എന്ത് വ്യക്തമായിട്ടാണ് യേശുതമ്പുരാൻ പറയുന്നതെന്നറിയാമോ? അതായത് വിശ്വാസത്തിൽ വാങ്ങിപ്പോയ, സത്യവിശ്വാസത്തിൽ വാങ്ങിപ്പോയ എല്ലാ വാങ്ങിപ്പോയവരും അവർ ദൈവദൂത തുല്യരാണ്, ദൈവപുത്രന്മാരാണ്. ദൈവദൂതന്മാരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ദൈവദൂതന്മാരെന്ന് വെച്ചാൽ അവർക്ക് കാലദേശങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല, കാലദേശ ഭേദം അവർക്കില്ല. കാലദേശ ഭേദമില്ല എന്ന് പറയാൻ കാരണം അവർക്ക് സമയത്തെക്കുറിച്ച് ചിന്തയില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറായോ 2 മണിക്കൂറായോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മനുഷ്യരും ദൂതന്മാരും തമ്മിലുള്ള പ്രത്യേകതയാണ്, വ്യത്യാസമാണ്. മനുഷ്യന്റെ പ്രത്യേകത ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സിൽ വീട്ടിലേക്കുറിച്ചുള്ള ചിന്തയാണ്. ഇത് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലണം, അടുത്ത കർമ്മങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ വാങ്ങിപ്പോയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യേകമായ ബന്ധങ്ങളായിട്ടില്ല. എൻ്റെ സ്വന്തം അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ സഹോദരി, അങ്ങനില്ല. ദൈവദൂതന്മാരെന്ന് വെച്ചാൽ പൊതുവിൻ്റെ ആൾക്കാരാ, ദൈവതുല്യരാ, അവർ ദൈവസന്നിധിയിലുണ്ട്. അവർ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ. അതുകൊണ്ട് അവർക്ക് ബാധ്യതകളില്ലാത്ത. നമ്മളെ സംബന്ധിച്ച് ഒത്തിരി ബാധ്യതയുള്ളത് നമ്മളുടെ കുടുംബവും നമ്മളുടെ വ്യക്തിത്വങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ദൈവദൂതന്മാരെന്ന് പറയുന്നത് അവർക്ക് അത്തരത്തിലുള്ള ചിന്തയില്ല. അവര് എന്നെ കണ്ടാലും നിങ്ങളെ കണ്ടാലും ആത്മീകമായി ജീവിക്കുന്ന ആരെ കണ്ടാലും ഒരുപോലെ. നമുക്കൊക്കെ ആണെങ്കിൽ അവനവൻ്റെ ഭാര്യ, അവനവൻ്റെ പിള്ളേര്, അവരോട് കൂടുതൽ താല്പര്യമാണ്. ഒരു വ്യക്തി വിശ്വാസത്തിൽ വാങ്ങിപ്പോയാൽ, ദൈവത്തോട് ചേർന്നാൽ ദൈവദൂത തുല്യരാകും. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കും, പക്ഷെ അവർ പൊതുവിൻ്റെ മധ്യസ്ഥരായി മാറ്റപ്പെടുക. പൊതുവിൻ്റെ മധ്യസ്ഥർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ മക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ ജീവിത പങ്കാളികൾക്കും വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയും ഒരുപോലെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അവർ യാചിക്കും. അതാണ് നല്ല ആത്മാക്കളുടെ പ്രത്യേകത. അവർ ദൈവദൂതന്മാരെ പോലെയാണ്. അവർക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള വെറുതെ ചിന്തകളില്ല, ഈ ലോകത്തിന്റെ അസ്വസ്ഥതകൾ അവരെ അലട്ടത്തുമില്ല. എന്നാൽ ഈ ലോകത്തിൽ മോശമായിട്ട് ജീവിക്കുന്ന ആത്മാക്കളുടെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? ലോകത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ ജീവിച്ചു വാങ്ങിപ്പോകുന്നവർ, പ്രത്യേകിച്ച് ധനവാന്റെയും ലാസറിന്റെ ഉപമ. ധനവാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. അവൻ പോയി വീണത് പാതാളത്തിൽ, ആ തീയില്ല വീണത്. പക്ഷെ അവിടെ കിടന്നപ്പോഴേ
അവൻ്റെ മനസ്സിലെ ചിന്ത എന്തുവായിരുന്നു? അയ്യോ എൻ്റെ സഹോദരങ്ങൾ എന്ന് വെച്ചാൽ ഓർത്തോണം, ലോകത്തിൽ അനേകം ആൾക്കാരുണ്ടെങ്കിലും അവൻ ഓർത്തത് ആരെ മാത്രമേ ഉള്ളൂ? എൻ്റെ സഹോദരങ്ങൾ. അതായത് കുടുംബത്തെക്കുറിച്ച് മാത്രമേ ഓർക്കത്തുള്ളൂ. അവർക്ക് പശ്ചാത്താപമുണ്ട്. അയ്യോ ഞങ്ങൾ വന്നതുപോലെ എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വരല്ലേ. അവൻ അബ്രഹാം പിതാവിനോട് പറയുക, അബ്രഹാം പിതാവേ, ലാസറിനെ അയക്കണം, എൻ്റെ 5 സഹോദരങ്ങൾ നാട്ടിലുണ്ട്, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കും. പക്ഷേ ധനവാൻ പാതാളത്തിൽ പോയി വീണപ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ നീതിമാന്മാരായിട്ടുള്ളവർ ദൈവദൂത തുല്യര എന്ന് വെച്ചാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത അലട്ടത്തില്ല. അവർക്ക് അതിനേക്കാൾ ചിന്തിക്കാൻ വേറെയുണ്ട്. പക്ഷേ ലോകത്തിൽ മോശമായിട്ട് ജീവിച്ചവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും ഈ ലോകത്തിൻ്റെ ചിന്തകൾ അവരെ അലട്ടും, ബാധ്യതകൾ അവരെ അലട്ടും. അവരുടെ നോട്ടത്തിൽ എൻ്റെ 5 സഹോദരങ്ങളെന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ അപ്പനെ, എൻ്റെ അമ്മ, എൻ്റെ കൊച്ചുങ്ങളെ, കൊച്ചുമക്കളെ എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ആത്മാക്കളും ദുരാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പാതാളത്തിൽ പോയി വീഴുന്നവർക്ക് പോലും പശ്ചാത്താപമുണ്ട്. അത് വേറൊരു തലം. നമ്മളുടെയൊക്കെ വാങ്ങിപ്പോയ ഒത്തിരി പേരുണ്ട്, പിതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ വിലയിരുത്തുന്നത് ദൈവമാണ്. അത് ദൈവം തമ്പുരാൻ അവർക്ക് കൃപ കൊടുക്കും. നമുക്ക് ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യം ഇതാ. പൗലോസ് പ്രാർത്ഥിച്ചത് ഒനേസിഫോറസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നാളിൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് സംഗതിയാക്കട്ടെ. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് പാതാളത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസമാണ്. നിന്റെ മഹത്വം ഉദിക്കുമ്പോൾ അവരെവിടെ നിൽക്കണം? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കണം. അതായത് ദൈവ കരുണയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. നമ്മളുടെ വാങ്ങിപ്പോയവർ നമ്മുടെ ഇഷ്ടപ്രകാരം വിധിക്കപ്പെടണമെന്നോ ഇഷ്ടപ്പെട്ട സ്ഥാനം കൊടുക്കണമെന്നോ അല്ല. ദൈവത്തിൻ്റെ ഹിതം അവിടെ നടക്കണം. നിന്റെ മഹത്വം ഉദിക്കുമ്പോൾ അവർ വലതുഭാഗത്ത് കാണണമെന്നുള്ള നമ്മളുടെ ആഗ്രഹമാണ്. നമ്മളെ വിശ്വാസത്തിൽ വളർത്തിയിട്ടുണ്ട്, നമുക്ക് സമ്പാദ്യങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് ബലഹീനത ഉണ്ടെങ്കിലും ഈ രീതിയിലേക്കെങ്കിലും നമ്മൾ വന്നത്. അവരുടെ തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചും ഒന്നും വിലയിരുത്താൻ നമുക്ക് അവകാശമില്ല. പക്ഷേ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം, ദൈവമേ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ വിശ്വാസികളായി വാങ്ങിപ്പോയവർ, എന്നെ ആത്മീകമായിട്ട് നയിച്ചിട്ടുള്ളവർ, അവരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടണം. ഞാൻ അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ 2 വ്യത്യാസങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത്. ആ വാക്ക് ഒരിക്കൽ കൂടി പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. പറഞ്ഞത് നല്ലവരായ ആത്മാക്കള് അവരോർത്തോണം, വേർപെട്ടു പോയവര്, തമ്പുരാൻ പറഞ്ഞ വാചകം ഓർത്തോണം, അവർ ദൈവപുത്രന്മാരാണ്, അവർ ദൈവദൂതതുല്യന്മാരാണ്. ദൈവപുത്രന്മാരും ദൈവദൂതതുല്യരും. ദൂതന്മാർക്ക് ലോകത്തെക്കുറിച്ചുള്ള വെറുതെ ചിന്തയില്ല, വെറുതെ ചിന്തകൾ അലട്ടത്തില്ല. സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ചിന്തയില്ല. എല്ലാം മറന്ന് ദൈവത്തെ പാടി സ്തുതിക്കും. എൻ്റെ സമ്പാദ്യമെന്നൊരു ചിന്തയില്ല. അപ്പം നമ്മളുടെ നല്ല മരിച്ചുപോയവര്, എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ വല്യപ്പനോ മരിച്ചു പോയാലും അവരൊക്കെ എൻ്റെ അപ്പനോ വല്യപ്പനോ മാത്രമല്ല, അവർ നല്ലവരാണെങ്കിൽ ലോകത്തിനു വേണ്ടി മൊത്തം പ്രാർത്ഥിക്കുന്നവരാണ്. നല്ല ആത്മാക്കളുടെ പ്രത്യേകത അതാ. എന്നാൽ ദൈവത്തെ അറിയാത്തവര്, അവർ നമ്മളുടെ ആരാണെങ്കിലും അവർ വേർപെട്ടു പോയാൽ, സ്വർഗത്തിൽ ചെന്നാൽ അവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടാൽ പോലും, നരകത്തിലായാൽ പോലും, ലോക ജീവിതത്തിന് ശേഷവും ലോക ചിന്തകൾ അലട്ടും. നല്ലവരെ ജീവിത മരണത്തിന് ശേഷം അലട്ടലുകൾ അലട്ടത്തില്ല. എന്നാൽ ദൈവത്തെ അറിയാതെ പോയവരെ തുടർന്നും ഇതൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും. ആ ഓർമ്മ അവർക്കുണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്. ദൈവസന്നിധിയിൽ പോകുമ്പോൾ, വേർപെട്ട് കഴിയുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ, വ്യർത്ഥതകളെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ ശാപങ്ങളിലൊന്നായിട്ട് നമ്മൾ കണക്കാക്കണം. ദൈവത്തെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവൻ ഓർക്കാൻ വേറെ ഒത്തിരി കാര്യങ്ങൾ കൊടുക്കും. ആ ഓർമ്മകളുടെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. ക്ലാസ്സിലെ 4 ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്, വിശുദ്ധന്മാരുടെ നാമത്തിൽ എന്തുകൊണ്ട് ദേവാലയം വയ്ക്കുന്നു. 2, ഭൂമി ശുദ്ധീകരണം നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, ധൂപ്രാർത്ഥന നടത്തുന്നു. അതിൻ്റെയൊക്കെയുള്ള അർത്ഥങ്ങളും, പ്രത്യേകിച്ച് ഈവിൾ സ്പിരിറ്റിനെ, ദുരാത്മാക്കളെ പുറത്താക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരുടെ അവകാശവാദങ്ങളും, പ്രത്യേകിച്ച് നമ്മളുടെ വേദപുസ്തക പരിജ്ഞാനത്തിൽ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിശകലനം. 3-മതായിട്ട് പെരുന്നാളുകളെ, റാസകൾ, ഇവയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ. 4-മതായിട്ട് വേർപെട്ടു പോയവരുടെ ഒരു രീതിയിലുള്ള ഒരു ചെറിയ ഭാഗം, ഒരവസ്ഥ, നല്ലവരും ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം.
അവസാനമായിട്ട് സമയ ചുരുക്കം കൊണ്ട് ഒരു ഭാഗം കൂടി പറഞ്ഞു നിർത്തുകയാണ്. പരിശുദ്ധ സഭ വിശുദ്ധന്മാരെ എങ്ങനെ കണക്കാക്കുന്നു? രണ്ട് കാര്യങ്ങൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധന്മാര് എങ്ങനെയുള്ളവരാണ്. രണ്ട്, ഒരു വിശ്വാസി ഒരു വിശുദ്ധന്റെ ഖബറിങ്കൽ ചെല്ലുമ്പോൾ എങ്ങനെ മധ്യസ്ഥത അണയ്ക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. എങ്ങനെ മധ്യസ്ഥത അണയ്ക്കണമെന്നും അവരെ നമ്മൾ ഏത് രീതിയിൽ കാണണമെന്നും. പ്രത്യേകിച്ച് പൗലോസ്ലീഹ പഠിപ്പിച്ചു, ദൈവത്തിനും മനുഷ്യനും മധ്യേ മധ്യസ്ഥൻ ഒരുവൻ. ആര് മാത്രമേ ഉള്ളൂ? ക്രിസ്തു മാത്രം. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സംശയമാണ്. നമ്മൾ പലയിടത്തും പോകും, പലതും മനസ്സിലാക്കും. നമ്മുടെ പള്ളിയിൽ വരുന്ന നമ്മുടെ ഓർത്തഡോക്സുകാരായിട്ടുള്ള ഒരു 60-70% ആൾക്കാരോടും വ്യക്തിപരമായിട്ട് നമ്മൾ സമീപിച്ച് നോക്കിയാൽ അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു മധ്യസ്ഥനേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ ബാക്കിയുള്ളവരൊക്കെ മധ്യസ്ഥന്മാരാകുന്നത്? ശരിയാ, ഒറ്റ മധ്യസ്ഥനെ ഉള്ളെന്നേ നമ്മളും പഠിപ്പിക്കുന്നുള്ളൂ. ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒറ്റ മധ്യസ്ഥൻ. നമ്മളുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള മധ്യസ്ഥൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും യേശു തമ്പുരാന്റെ മധ്യസ്ഥതയ്ക്ക് തടസ്സമല്ല. നിങ്ങൾ ചെറിയൊരു പാട്ട്, നമ്മൾ സ്ലീബ നമസ്കാരത്തിൻ്റെ സന്ധ്യാ നമസ്കാരത്തിന് പാടുന്ന പാട്ട് നിങ്ങളൊന്ന് പാടി നോക്കിയാട്ടെ. യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ. ആ വരികൾ ഒന്നുകൂടെ നിർത്തി നോക്കി. യാചിക്കുന്നു, പിന്നെന്തുവാ പറയുന്നത്? എന്തുവാ? ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അതായത് നമ്മളുടെയൊക്കെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമോ? പരിശുദ്ധ പിതാക്കന്മാരെ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനല്ല സഭ പഠിപ്പിക്കുന്നത്. യാചിക്കുന്നു, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അതായത് പരിശുദ്ധ പിതാക്കന്മാരെ, പരിശുദ്ധ പരിമല തിരുമേനി, മാതാവേ, സഹതയന്മാരെ, ശുദ്ധിമതികളെ, ശുദ്ധിമാന്മാരെ ഞങ്ങൾ യാചിക്കുക. എന്തിനു വേണ്ടി യാചിക്കുന്നത്? ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നിങ്ങളും ഞാനും ഒക്കെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. നമ്മൾ അവരുടെ ആ മധ്യസ്ഥത ക്ഷണിക്കുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ആ അർത്ഥം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥത അണയ്ക്കുക, ചെല്ലുക എന്ന് വെച്ചാൽ പരിശുദ്ധ പിതാവേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങൾ യാചിക്കുകയാണ്, ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് വെച്ചാൽ ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ ആരുടെയൊക്കെ പ്രാർത്ഥനയായി? നമ്മുടെയുമായി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മൾ ക്ഷണിക്കുന്ന വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളായി. ഈ ഒന്നു ചേർന്നുള്ള പ്രാർത്ഥനകൾ എവിടോട്ടാ പോകുന്നത്? ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ കൈകളിലേക്ക്, ആ കർണപ്പുടങ്ങളിലേക്ക് എത്തുക. തമ്പുരാന്റെ മധ്യസ്ഥത മാറുന്നില്ല, ഒറ്റ മധ്യസ്ഥൻ തമ്പുരാന എന്ന് വെച്ചാൽ ഓർക്കണം, പരിശുദ്ധ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ, ബൈസന്റിയൻ സഭകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയെന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. മേൽപ്പട്ടക്കാരൻ തുടങ്ങുന്നു. ഉടനെ വിശ്വാസികൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നൽകിയിരിക്കുന്ന പേരുകൾ, പ്രാർത്ഥനകളെ, വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ മധ്യസ്ഥത എന്ന് വെച്ചാൽ ഓർത്തുകൊള്ളണം, തമ്പുരാന്റെ മധ്യസ്ഥത മാറുന്നില്ല. പുരോഹിതൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നേതൃത്വം കൊടുക്കുന്ന ഒരു തലമാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചാ പോകുന്നത്. ഈ പ്രാർത്ഥനാസ്വരം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് പോകുന്നു. നമ്മൾ പാടും, കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശയെ പോൽ തൃക്കൈ വാഴ്ത്തണം. നമ്മൾ തന്നെ എന്തോ ഒരു പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? നിന്നെ വരിച്ചൊരു താതനും മോർ ഗ്രിഗോറിയോ, നിന്നോർമ്മയെ ബഹുമാനിച്ച സുധനും സ്തോത്രം. അപ്പം നമ്മൾ ആർക്കൊക്കെയാ അർപ്പിക്കുന്നത്? നിന്നെ മുടിച്ചൂടിയിടുന്ന, അർത്ഥം എങ്ങനെ? നിന്നെ മുടിച്ചൂടിയിടുന്ന റൂഹാവന്യൻ
നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. എന്ത് പരിശുദ്ധമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ഓർത്തോണം. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർ ഗ്രിഗോറിയോസ്, പതിവിൻ പടിനിൻ. അങ്ങനെ അതോടെ ഒന്ന് പാടിക്കേ. പതിവിൻ പടിനിൻ കൂട്ടത്താൽ യായി പ്രാർത്ഥിക്കാം, ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ. എങ്ങനെയുള്ളവരാ? ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ. ആടുകളെ മൂശെ പോൽ കൈവാഴ്ത്തേ. ഇമ്പമെഴുന്ന നിന്റെ പാട്ടിൽ ശ്രദ്ധിക്കുന്ന, പാട്ടെന്ന് വെച്ചാൽ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയിലൊക്കെ ശ്രദ്ധിക്കുന്ന നിന്റെ ആടുകളെ എങ്ങനെ വാഴ്ത്തണമെന്നാ പറയുന്നത്? മൂശെ പോലെ നിന്റെ തൃക്കൈ കൊണ്ട് വാഴ്ത്തണം. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം. എവിടെ തമ്പുരാന്റെ മധ്യസ്ഥത മാറുന്നു? ആ ഇമ്പമെഴുന്ന പാട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ചെല്ലുമ്പോഴേ, കബറിങ്കിൽ ചെല്ലുമ്പോഴേ ആ പരിശുദ്ധന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. പരിമല തിരുമേനിയുടെ കബറിൽ നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ രോഗവും ദുഃഖവും പട്ടിണിയും മാറ്റണമേ എന്ന് മാത്രമല്ല, അല്പസമയം നിശബ്ദമായിട്ട് നിന്ന്, വളരെ സൈലൻ്റായിട്ട് നിന്ന് നിങ്ങളുടെ രോഗവും ദുഃഖവും ഒക്കെ ഒന്ന് മറന്നേ. അങ്ങനെ എല്ലാ പരിശുദ്ധന്മാരുടെയും ഓർമ്മ അനുഷ്ഠിക്കുമ്പോഴതാ. എന്നിട്ട് നമ്മളുടെ വിശ്വാസം ഇതാകണം, ഇമ്പമെഴുന്ന നിന്റെ പാട്ടിൽ ശ്രദ്ധിക്കുന്ന ആ പാട്ട്, അവരുടെ പാട്ടും പ്രാർത്ഥനയെ ശ്രദ്ധിക്കണം. വെറുതെ നിന്നാ മതി. ഒരു വിശുദ്ധന്റെ നാമം ഓർത്തുകൊണ്ട് വെറുതെ നിന്നാൽ, ഒരു ശുദ്ധിമതിയുടെ നാമം ഓർത്തുകൊണ്ട് വെറുതെ നിന്നാൽ, അവര് പാടുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പാട്ടായിട്ട് നമുക്ക് തോന്നും. നമ്മൾ ഇത്രയും ഓർക്കണം. കർത്താവ് പറഞ്ഞു, നീതിമാൻ എന്ന നിലയിൽ നീതിമാനെ കൈക്കൊണ്ടാൽ നീതിമാന്റെ അനുഗ്രഹം കിട്ടും. പ്രവാചകൻ എന്ന നിലയിൽ പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ അനുഗ്രഹം കിട്ടും. നമ്മൾ ഇവരെയൊക്കെ കൈക്കൊള്ളുന്നത് അങ്ങനെ, നീതിമാന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്, പിതാക്കന്മാരായിട്ട്. അതാണ് പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ സഭയെ സംബന്ധിച്ച്. അതറിയാത്തവരാ വല്ലാത്ത രീതി ചാടിത്തുള്ളുന്നത്. നമുക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ പല രീതിയിലുള്ളവരാ. തമ്പുരാന് ബലഹീനത പോലും അറിയാം. പരിശുദ്ധ പരിമല തിരുമേനിയുടെയോ വിശുദ്ധന്മാരുടെയോ കബറിങ്കിലൊക്കെ വന്ന് എൻ്റെ തിരുമേനി നെഞ്ചത്തടിക്കുമ്പോൾ തമ്പുരാൻ അറിയാം, എൻ്റെ കുഞ്ഞ് അവൻ്റെ ബലഹീനത കൊണ്ട് ഹൃദയം പൊട്ടി കരയുകയാണ്. നമുക്ക് തന്നെ അറിയാം, കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മളറിയാം, നമ്മൾ പ്രത്യേകിച്ച് പിള്ളേരുടെ അലപ്പും മേളവും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളും. ചിലപ്പോൾ അവരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിക്കൊടുക്കും. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയും ഇതൊന്നും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവം നോക്കുമ്പോൾ അങ്ങനൊരു വഴങ്ങിക്കൊടുക്കൽ ഉണ്ടാകും. ദൈവം അതൊക്കെ കണ്ണടച്ച് കാണിക്കും. പ്രാർത്ഥനയുടെ തലങ്ങളും തന്ത്രങ്ങളും ഒന്നും അറിഞ്ഞില്ലേലും ദൈവം ഉൾക്കൊള്ളും. എന്നാൽ ഈ മധ്യസ്ഥതയൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനക്രമം അനുബന്ധം 8 മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പരിശുദ്ധ മധ്യസ്ഥത ഉണ്ടാകേണ്ടതെന്നുള്ളത് ഞാൻ ലഘുവായിട്ടൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ട്. ആർദ്രതയുള്ളവനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. മനുഷ്യകുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങളോടൊട്ടും കോപിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവുകളും നീ ഓർക്കരുതേ. പിന്നീട് അതിനുശേഷം പറയുന്നത്, നീ ഞങ്ങളുടെ പിതാവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകിയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ വീണ്ടും കൊള്ളണമേ. അതിനുശേഷമാ നിന്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യവും സംപ്രീതിയുമുള്ളവളായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനെ ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നോക്കിക്കോണം, പട്ടക്കാരൻ ചെല്ലാൻ തക്കവണ്ണം, ഒരു വിശ്വാസി ധ്യാനിക്കാൻ തക്കവണ്ണം പരിശുദ്ധ പിതാക്കന്മാർ എഴുതിയുണ്ടാക്കിയിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇവിടെ എല്ലാം സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് അവസാനം പറയുക, നിന്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യവും സംപ്രീതിയുമുള്ളവളായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണ ചെയ്യണം. പരിശുദ്ധ സഭ അത്രേ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മൾ ഇത്രേ ഓർത്തോണം, എല്ലാ പരിശുദ്ധന്മാർക്കും ശുദ്ധിമതികൾക്കും ദൈവസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവുമുണ്ട്, ദൈവത്തിന് സംപ്രീതിയുമുണ്ട്. അതിൻ്റെ പേരില നമ്മൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത യാചിക്കുന്നത്. ഓർക്കണം, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുമ്പോൾ തമ്പുരാന്റെ മധ്യസ്ഥതയെ മാറ്റുന്നില്ല. അവരുടെ ഇമ്പമെഴുന്ന പാട്ടിൽ ശ്രദ്ധിക്കുന്ന അനുഭവമാണ് മധ്യസ്ഥത. അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നതാ, അവരുടെ ജീവിതാനുഭവത്തെ ധ്യാനിക്കുന്നതാ. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ, ഒരു പരിശുദ്ധന്റെ കല്ലറയിൽ ചെന്നാൽ, ഒരു വിശുദ്ധന്റെ നാമത്തിന്റെ ഓർമ്മ സമയത്ത് അത്
അത് ദേവാലയത്തിലാണെങ്കിലും എങ്ങനെയാ പരിശുദ്ധന്റെ നാമത്തിൽ മധ്യസ്ഥത അണയ്ക്കണം. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെയൊക്കെ നമ്മുടെ പ്രൊമിയോൻസത്രാകളൊക്കെ വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ടറിയാം. ഏത് കബറിങ്കൽ ചെന്നാലും, പ്രത്യേകിച്ച് പരിമല കബറിങ്കല്, പരിമല തിരുമേനിയുടെ കബറിങ്കലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ ആദ്യം ഓർക്കണം, എൻ്റെ തിരുമേനി എന്നെ രക്ഷിക്കണമേ എന്ന് ആദ്യം പറയുന്നതിന് മുൻപ് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ഈ പ്രാർത്ഥന വായിച്ചു കേട്ടു. ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ, ഇത്തരത്തിലുള്ള ഒരു പരിശുദ്ധനെ സഭയ്ക്ക് തന്നതിനായിട്ട്, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിനായിട്ട്, ആരോഗ്യവും ബലവും തന്നതിനായിട്ട്, ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നതിനായിട്ട്, തന്ന മനസ്സിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ എന്തുകൊണ്ട് നമ്മൾ ഇവരെ ഓർക്കുന്നു? നമ്മുടെ പ്രാർത്ഥനകളിൽ പറയും, കർത്താവേ, നോമ്പനുഷ്ഠാനങ്ങളാലും വ്രതചിഷ്ടകളാലും ഇവർ നിനക്ക് പ്രസാദവാന്മാരായി തീർന്നു, അനേകം പുരോഹിതന്മാർക്ക് അവർ പട്ടം കൊടുത്തു. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം. അവരുടെ കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, പട്ടിണികൾ, നൊമ്പരങ്ങൾ, ശരീരവേദനകൾ, ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. എന്നിട്ടും ഇവർ ദൈവത്തെ സ്തുതിച്ചു. നമ്മൾ ഓർക്കണം, ദൈവമേ, ഈ പരിമല തിരുമേനിയുടെ കബറിങ്കൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇത്രയും ഒന്ന് ഓർത്തോണം. ദൈവമേ, എനിക്കൊരു ചെവിവേദനയും പല്ലുവേദനയും വന്നാൽ ഞാൻ കരയും, ഉറങ്ങത്തില്ല. രാത്രിയിൽ ഉണർന്നിരിക്കും, അയ്യോ അയ്യോ എന്ന് കരയും. മരുന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കും, അല്ലെങ്കിൽ എണീറ്റിരുന്ന് കരയും. പക്ഷേ അതിവേദന കൊണ്ട് തിരുമേനി വേദനപ്പെട്ട് വലഞ്ഞപ്പോഴും പരിമല തിരുമേനി എന്തു പറഞ്ഞെന്നാ പറഞ്ഞത്? എൻ കർത്താവേ എന്നു വിളിച്ചാബൂന്മാർ ഗ്രിഗോറിയോസ്. ഏറ്റവും വലിയ ധ്യാനം അതാകണം. ദൈവം ഇത്ര വേദന വന്നു, ഉറക്കമില്ലാതിരുന്നു, അതിവേദനപ്പെട്ടു. എന്നിട്ട് രാത്രി മുഴുവൻ നമ്മൾ അയ്യോ അയ്യോ എന്ന് പറയുന്നതിന് പകരം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? അതൊന്ന് ധ്യാനിക്കണം. 3 ഓർക്കണം, ദൈവമേ, ഈ പിതാവ് ജീവിച്ചപ്പോൾ എന്തുമാത്രം ഭാരങ്ങളായിരുന്നു. വണ്ടിയില്ലായിരുന്നു, നല്ല വാഹന സൗകര്യമില്ല, AC ഇല്ല, ഫാനില്ല, നല്ല കുപ്പായമില്ല. എന്നിട്ടും ദൈവത്തെ സ്തുതിച്ചു. അവർക്ക് ഭൗതികമായി ഇല്ലാതിരുന്നതും എനിക്കും നിങ്ങൾക്കും ഇന്ന് ഭൗതികമായി ലഭിച്ചിരിക്കുന്നതുമായ ഭയങ്കര വ്യത്യാസത്തിലുള്ള അനുഭവങ്ങൾ. കാറിലൊന്നും പാവം തിരുമേനി കയറിയിട്ട് പോലുമില്ല, പ്ലെയിൻ എന്ന് പറയുന്നത് കേട്ടിട്ട് പോലുമില്ല, AC എന്ന് പറയുന്നത് അറിയത്തില്ല. എന്നിട്ടും അവർക്ക് പരിഭവമില്ല. പരിശുദ്ധ ജീവിതം നയിച്ചിട്ട് പോലും ഇതെല്ലാം ഇവർക്ക് നിഷേധിക്കപ്പെട്ടു. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചില്ലേ പോലും ഇതൊക്കെ ദൈവം തരുകയാണ്. ദൈവസന്നിധിയിൽ ഓർക്കണം, ദൈവമേ, ഇവർക്ക് പരാതിയില്ലായിരുന്നല്ലോ, എനിക്ക് മൊത്തം പരാതിയാണല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ധ്യാനിച്ചിട്ട് ശേഷം മാത്രം ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിന്റെ പക്കൽ അപേക്ഷാ സ്വാതന്ത്ര്യവും സംപ്രീതിയും ഉള്ളവനായ ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇനിയും ഈ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ എനിക്ക് രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പിള്ളേരെ കൊണ്ട് ബാധ്യതയുണ്ട്, കണ്ണുനീരുകളുണ്ട്, ഇതൊക്കെ സത്യമാ ദൈവമേ. കാരണം എനിക്ക് അതിജീവിക്കാനുള്ള അസ്വസ്ഥതകൾ ഒത്തിരിയുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള വെല്ലുവിളികളുണ്ട്. അതിലൊക്കെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈ പിതാവിൻ്റെ പ്രാർത്ഥന കോട്ടയാകണം. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭ മധ്യസ്ഥതയെ കണക്കാക്കിയിരിക്കുന്നത്. ആ രീതിയിൽ കണക്കാക്കുമ്പോൾ പെന്തിക്കോസുകാർ എതിർക്കേണ്ട കാര്യമില്ല, മാർത്തോമാക്കാരും CSIക്കാരും എതിർക്കേണ്ട കാര്യമില്ല, മറ്റുള്ള ഒരു വിശ്വാസികളും എതിർക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനം മാത്രമാണ്. വിശ്വാസികളെ, നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ ജീവനുള്ള സഭ, നമ്മൾ വിശ്വസിക്കുന്ന സഭ, ഈ സഭയിൽ ഒത്തിരി പിതാക്കന്മാർ ജീവിച്ചു. ഈ സഭയിലായതുകൊണ്ട് ഇവരുടെ ഒന്നും ഭക്തി കുറഞ്ഞില്ല. പരിമല തിരുമേനിയുടെയോ പാമ്പാടി തിരുമേനിയുടെയോ വട്ടശ്ശേൽ തിരുമേനിയുടെയോ ഒന്നും ഭക്തി പോയില്ല. ഇന്ന് പലരും ചിന്തിക്കും, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു ആരാധിക്കാനാണോ, അല്ലെങ്കിൽ പെരുന്നാളുകൾക്ക് സംബന്ധിക്കുന്നു, അത് ദൈവികമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർത്തഡോക്സുകാരായിരിക്കുന്നു എന്നുള്ളതിനേക്കാളും ഞങ്ങൾക്കൊക്കെ പലപ്പോഴും തോന്നുന്ന ദുഃഖം എന്ന് പറയുന്നത്, സഭ എന്തെന്നറിയാതെ ഈ സഭയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ചില ഘട്ടത്തിലെങ്കിലും നിങ്ങൾ പറയുമ്പോഴും, ഇതറിയാതെ മറ്റിതര സഭകളിൽ പോയി അതും ഇതും വിളമ്പുമ്പോഴും അതൊക്കെ കേൾക്കുമ്പോഴാണ്, ഇതിവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ദുഃഖം തോന്നുന്നത്, ദൈവം ഇതൊക്കെ പഠിക്കാതാണല്ലോ ഇവരൊക്കെ ഓടി നടക്കുന്നത്. ഓർത്തഡോക്സിൽ നിന്ന് പെന്തിക്കോസിൽ പോയി, വേർപാടിപ്പോയി, തങ്കുവിൻ്റെ കൂടെ പോയി, ടിനു ജോർജിൻ്റെ കൂടെ പോയി, ഇങ്ങനെ നടക്കുക. ആ നല്ല സമയമുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്നതൊക്കെ പഠിച്ചെങ്കിൽ ഇവരൊന്നും പോകത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഏത് ഭാഗത്തിരുന്ന്, പ്രത്യേകിച്ച് ഈ വാക്കുകൾ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം,
ഈ പരിശുദ്ധ സഭയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് വ്യാധികളോ ആദികളോ തോന്നിയാലും അത് നമ്മുടെ അറിവില്ലായ്മ, നമ്മൾ പഠിക്കാനുള്ള താല്പര്യമില്ലായ്മ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് പോലെ പ്രധാനമാണ് വിശ്വാസം പഠിക്കുന്നത്, ധ്യാനിക്കുന്നത് പോലെ പ്രധാനമാണ് സംശയങ്ങൾ അകറ്റുന്നത്. നിങ്ങൾ സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും സംശയങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണ്, വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളോട് പങ്കുവെച്ച വിഷയങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കത് വ്യക്തമായി അത് മനസ്സിലായെന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത്, എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ നാമത്തിൽ ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെളിപാട് 21:10 തൊട്ടുള്ള വാക്യത്തിൽ പറയുന്നു, എല്ലാ ദേവാലയങ്ങളുടെയും മാതൃഭാവമായ സ്വർഗീയ യെരൂശലേമിലെ അവിടെ യോഹന്നാൻ കണ്ട ദർശനത്തിൽ 12 ഗോപുരവും 12 അടിസ്ഥാനവും ഉണ്ടായിരുന്നു. ഗോപുരങ്ങളില് 12 ദൂതന്മാരുണ്ട്, 12 ഗോത്രങ്ങളുടെ പേരുണ്ട്, 12 മതിലില് 12 അപ്പോസ്തോലന്മാരുടെ പേരുകൾ അടിസ്ഥാനമായിട്ട് കൊത്തിയിട്ടുണ്ട്. സ്വർഗീയ യെരൂശലേമിൽ ഈ വിശുദ്ധന്മാരെയൊക്കെ അനുസ്മരിക്കുന്നുവെങ്കിൽ, പഴയതും പുതിയതുമായ വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്നുവെങ്കിൽ, നമ്മുടെ സഭ പഴയതും പുതിയതുമാകുന്ന എല്ലാ പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും യഥാർത്ഥമായി ഉൾക്കൊള്ളുന്നതും അവരെ ആദരിക്കുന്നതുമാണ്. പേര് കൊത്തുക എന്ന് വെച്ചാൽ പേര് അവിടെ കൊത്തിയതുപോലെ അവരുടെ പേര് വഹിക്കുമ്പോൾ സമൂഹത്തിലേക്ക് ആ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും നാമത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് പെരുന്നാളുകൾ, റാസകളെ, ചെമ്പെടുപ്പ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു. കാലിച്ചെമ്പിന് സാധാരണ രീതിയിൽ വിലയില്ല, ക്രൂശിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ അതിന് വിലയായി. അതിൽ നേർച്ചകൾ വരും, കാഴ്ചകൾ വരും. അതുപോലെ ഈ കാലിച്ചെമ്പ് നമ്മുടെ ജീവിതമാണ്. ഈ ജീവിതത്തിലേക്ക് ഘട്ടം ഘട്ടമായി നിറയേണ്ട ആത്മീക അനുഭവങ്ങൾ നിറയുമ്പോൾ ഭാരമുണ്ടാകും, ടെൻഷനുണ്ടാകും. പക്ഷേ അതൊരു വെറും ബർഡനല്ല, ഒരു ഫിസിക്കൽ ബർഡനല്ല. അതിനെ അതിജീവിക്കാൻ പ്രാർത്ഥന വേണം, ധ്യാനം വേണം, ആഘോഷങ്ങൾ വേണം, ദൈവികമായ കൃപകൾ വേണം. ഇതിൻ്റെയൊക്കെ പ്രതീകമാണ്. പിന്നീട് വീണ്ടും പറഞ്ഞു, തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ട് തുള്ളിച്ചാടാതെ അവൻ്റെ മണ്ടയിൽ കിടക്കയുണ്ടായിരുന്നു. നമ്മളുടെ ഓർത്തഡോക്സി അതുപോലെ എല്ലാ സന്തോഷം വരുമ്പോഴും അതിനെ ഒതുക്കാനും നിയന്ത്രിക്കുവാനുമുള്ള ഒരു അനുഭവം. റാസകളും പെരുന്നാളുകളും അങ്ങനെ ആകണം. അമിതമായ പ്രകടനങ്ങൾക്ക് മാത്രമാകാതെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറവിൽ ചരിഞ്ഞിരിക്കുവാനും ആ കർത്താവ് വഹിച്ച ആത്മീക അനുഭവം ഉൾക്കൊള്ളുവാനുമാകണം. കർത്താവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവ് കടന്നുപോയതുപോലെയുള്ള ഒരു അനുഭവം. അവൻ ഗോകുൽത്താ മലമുകളിലേക്ക് ക്രൂശ് ചുമന്നുകൊണ്ട് പോയെങ്കിൽ റാസയിലും പ്രാർത്ഥനയിലും സംബന്ധിക്കുന്ന വിശ്വാസികൾ ലോകത്തിൻ്റെ മൊത്തം ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നിടത്തെ സമൂഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് റിസ്ക് എടുക്കുന്നവരായി തീരുവാൻ സാധിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞു, വാങ്ങിപ്പോയവരുടെ ജീവിതാനുഭവം. 2 തലത്തിലുള്ള അനുഭവം ലൂക്കോസ് 20:27 തൊട്ടുള്ള വാക്യത്തെ ആസ്പദമാക്കി പൗരസ്ത്യ സഭയുടെ പഠിപ്പിക്കലുകളിൻ പ്രകാരം പങ്കുവെച്ചു. ഒന്നാമത് പറഞ്ഞു, വാങ്ങിപ്പോയവർ, കർത്താവ് പറഞ്ഞു, വാങ്ങിപ്പോയവർ അവർ ദൈവദൂത തുല്യന്മാരാണ്, ദൈവപുത്രന്മാരാണ്. ദൂതന്മാരെ സംബന്ധിച്ച് ഭൗതികമായ ഓർമ്മയില്ല, എല്ലാം മറന്നവർ ദൈവത്തെ സ്തുതിക്കും. അവർ പൊതുവിൻ്റെ ആൾക്കാരാ. നല്ല ആൾക്കാർ മരിച്ചു പോയാലും അതുപോലെ അവർ പൊതുവിൻ്റെ ആൾക്കാരാ. അവർ കുടുംബത്തിൻ്റെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല. എന്നാൽ ദുഷ്ടന്മാരായിട്ടുള്ളവർ, അവർ വാങ്ങിപ്പോയി കഴിഞ്ഞാലും അവർ പാതാളത്തിൽ പോയാലും ലോകത്തിൻ്റെ ഓർമ്മയെ അവരെ വിടുന്നില്ല. ലോക ഓർമ്മകൾ അവരെ അവിടെയും ഭരിക്കും. ധനവാൻ പ്രാർത്ഥിച്ചത് എൻ്റെ 5 സഹോദരങ്ങളുണ്ടെന്ന്. എന്നാൽ നീതിമാന്മാർ പ്രാർത്ഥിക്കുന്നത് അങ്ങനല്ല. 5-ന് പകരം 500 കോടി 600 കോടി സഹോദരങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മുടെ നീതിമാന്മാരും വിശുദ്ധന്മാരുമൊക്കെ അവർ ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്ന തലത്തിലാകുവാൻ പ്രാർത്ഥിക്കണം. ഈവിൾ സ്പിരിറ്റുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ നടത്തേണ്ട അനുഭവത്തെക്കുറിച്ച്, വീടും മറ്റും പണിയുന്നതിന് മുൻപ് എന്തുകൊണ്ട് അവിടെ ശുദ്ധീകരണ കർമ്മം നടത്തുന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ഭൂമിയിലുള്ള സാത്താൻ്റെ ആവാസം, അവൻ്റെ അവകാശത്തെക്കുറിച്ച് ഘട്ടം ഘട്ടമായിട്ട് തിരുവചന അടിസ്ഥാനത്തിൽ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ ആൾക്കാർ വ്യർത്ഥമായ രീതിയിൽ സാത്താനെ ഇറക്കുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധ്യാനമായിട്ട് മനസ്സിലുണ്ടാകണം. അവസാനമായിട്ട് വിശുദ്ധന്മാരോട് മധ്യസ്ഥത അണയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അവരുടെ ഇമ്പമെഴുന്ന പാട്ടിൽ ശ്രദ്ധിക്കുന്ന അനുഭവമാണ് മധ്യസ്ഥത. അതിൽ ലയിച്ചു ചേരുവാൻ സാധിക്കണം. പരിശുദ്ധൻ്റെ കബറിൽ ചെല്ലുമ്പോൾ ആ പരിശുദ്ധനെ തന്ന ദൈവത്തിനു വേണ്ടി, അവിടെ എത്തിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ലഭിച്ചതും അവർക്ക് ഭൗതികമായി ലഭിക്കാതെ പോയതും എനിക്കും നിങ്ങൾക്കും ലൗകികമായി ആസ്വദിക്കുന്നതുമായ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അവർ വേദന വന്നപ്പോൾ എന്നിട്ടും അവർ ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പശ്ചാത്താപത്തോടെ ചിന്തിക്കണം. അവസാനമായിട്ട് പറഞ്ഞു, ദൈവമേ, നിന്റെ സന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ള
നമ്മൾ പ്രാർത്ഥിച്ച് കേട്ട മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രാർത്ഥന പോലെ, കുർബാനക്രമത്തിലെ പ്രാർത്ഥന പോലെ നമ്മളും ആ രീതിയിലുള്ള ഒരു സമർപ്പണം ഉണ്ടാകണം. ആ രീതിയിൽ വിശുദ്ധന്മാരെ ഉൾക്കൊള്ളണം. ദൈവത്തിന് സംപ്രീതരായ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ള ആ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ആ രീതിയിലുള്ള ഒരു അനുസ്മരണ പ്രാർത്ഥന നടത്തണം. തീർച്ചയായിട്ടും സത്യവിശ്വാസത്തിൽ വളരുവാൻ എല്ലാ വിശ്വാസികളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠന ക്ലാസ് ഇവിടെ തൽക്കാലം ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.